السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله حيثما كنتم. ബഹുമാന്യനായ ഷരീഫ് കരുവാരകൊണ്ട് സദസ്സിനെ ധന്യമാക്കുന്ന കാരണവന്മാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ച് സൂക്ഷിച്ച് മുഅ്മിനായി, മുത്തഖിയായി, മുഖ്ലിസായി, മുവഹ്ഹിദായി ജീവിച്ച് മരിക്കാൻ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പരമാവധി പരിശ്രമിക്കണമെന്ന് ആമുഖ സംസാരത്തിലൂടെ കേട്ടു വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സംഘടനാ രംഗത്തുള്ള പരീക്ഷണം കാരണം നമ്മുടെ പ്രബോധകന്മാർ നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാമുകളും ക്ലാസുകളും പരിപാടികളും കുറയും എന്നാണ് നമ്മൾ വിചാരിച്ചത്. അള്ളാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാൻ ആർക്കുമാവില്ലല്ലോ. പരീക്ഷണങ്ങൾ വ്യത്യസ്ത തലങ്ങളിലൂടെ നമ്മെ തേടിയെത്തും. ഏറ്റവും കൂടുതൽ പരീക്ഷണം ലഭിച്ചതാർക്ക്, അനുഭവിക്കേണ്ടി വന്നതാർക്ക് എന്ന ചോദ്യത്തിന് ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് അത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്കാണ്. അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവർ ആര് എന്ന ചോദ്യത്തിന് മറുപടി മനുഷ്യരുടെ കൂട്ടത്തിൽ പ്രവാചകന്മാരെയാണ്. ആ പ്രവാചകന്മാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടാവുക എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി തരുന്നു. ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും. അല്ലാഹു തആലയുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബ കിറാമിനെ പഠിപ്പിക്കുകയാണ്. വഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ, അല്ലാഹു തആല ഒരു ഖൗമിനെ ഇഷ്ടപ്പെട്ടാൽ, റബ്ബുൽ ആലമീനായ റബ്ബുൽ ഇസ്സത്ത് ഒരു ഖൗമിനെ ഇഷ്ടപ്പെട്ടാൽ, മഞ്ചേരിയുടെ സബഹാളിന്റെ മുറ്റത്ത് ഈ കൂടിയിരിക്കുന്ന നമ്മെ ലോകൈകനാഥനായ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ പടച്ചവന്റെ പരീക്ഷണം ധാരാളം വരികയാണ്. അപ്പോൾ ആര് ആ പരീക്ഷണത്തെ ക്ഷമയോടുകൂടി, തൃപ്തിയോടുകൂടി നോക്കിക്കണ്ടാൽ അവന് തൃപ്തി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ആര് ആ പരീക്ഷണത്തോട് ദേഷ്യപ്പെട്ടാൽ, പ്രാഗി പറയേണ്ടി വന്നാൽ, ആ പരീക്ഷണാടിസ്ഥാനത്തിൽ കോപിക്കേണ്ടി വന്നാൽ അവന് ലഭിക്കാനിരിക്കുന്നത് കോപമാണ്. ആരുടെ കോപം? ലോകത്തിന്റെ നാഥനായ റബ്ബിന്റെ കോപം.
അപ്പൊ എന്റെ വീട്ടിൽ പരീക്ഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നൊരു തോന്നൽ ഒരു മുവഹിദായ ഒരാണിന്റെയും തൗഹീദ് മനസ്സിലാക്കിയ ഒരു പെണ്ണിന്റെയും ജീവിതത്തിൽ ഇതാ എന്താ എനിക്ക് മാത്രം ഇങ്ങനെ എന്നൊരു വാക്ക് വന്നു പോകാൻ പാടില്ല. അപ്പുറത്ത് 24 മണിക്കൂറും എന്ന് വേണമെങ്കിൽ പറയാം, തുറന്നിട്ട ടാക്കീസ് പോലെ അശ്ലീലതകളും ആഭാസങ്ങളും വൃത്തികേടുകളും തോന്നിവാസങ്ങളും സീരിയലുകളും സിനിമകളും വേണ്ടാവൃത്തികൾ മുഴുവനും അതേ അരങ്ങ് തകർത്ത് എന്റെ അയൽപ്പക്ക വീട്. ആ വീട്ടിൽ സുന്ദരമായ ജീവിതം അവർക്ക് നമ്മുടെ ഭൗതികമായ വീക്ഷണത്തിൽ നാം നോക്കിക്കാണും. നല്ല ഭക്ഷണം, നല്ല പാർപ്പിടം, സഞ്ചരിക്കാൻ നല്ല വാഹനം, എത്ര മനോഹരമായ മുറ്റം, എന്ത് മനോഹരമായ ഒരു പൂന്തോട്ടങ്ങൾ, എന്ത് മനോഹരമായ മക്കൾ. നമ്മുടെ കണ്ണ് അതേ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ഭൗതികമായ ആനന്ദം തോന്നുന്നു. ഇവിടെ നമസ്കരിക്കുന്നു കറക്റ്റ് സമയത്ത്. വീട്ടിലെ പുരുഷന്മാർ നിർബന്ധമായി പള്ളിയിലേക്ക് ജമാഅത്തിന് പോകും. അവിടെയുള്ള സ്ത്രീകൾ ഇസ്ലാമിക മര്യാദ പാലിച്ച് വേഷമണിയും. അവിടുത്തെ സ്ത്രീകൾ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. ആഖിറത്തിനെ ഓർത്ത് ആ വീട്ടിൽ ആളുകൾ പലപ്പോഴായി അത്തരത്തിലുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നത് എല്ലാവരും കാണുന്നു. പക്ഷേ അവിടുത്തെ ഒരു കുട്ടിക്ക് ബുദ്ധിയില്ലായ്മയാണ്, മറ്റൊരു കുട്ടിക്ക് വൈകല്യമാണ്, അവിടുത്തെ ഉപ്പക്ക് സഹിക്കാനാവാത്ത വേദന അനുഭവിക്കുന്ന രോഗമാണ്. എന്താണ് ഇങ്ങനെ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന വാക്കുകളും വചനങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. ആർക്ക് ഈമാൻ സിയാദത്തുണ്ടാകുന്നുവോ അവരിലേക്ക് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കും. എന്തിൽ? ഈമാനിന് സിയാദത്തുണ്ടാകുമ്പോൾ. ഈ വീട്ടിൽ ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാസുകൾ കേൾക്കുന്നു, സീഡികൾ അവിടെ ആഖിറത്തിനെ ഓർമ്മപ്പെടുത്തുന്ന, മരണത്തെ ഓർമ്മപ്പെടുത്തുന്ന, തൗഹീദ് പഠിപ്പിക്കുന്ന ഒട്ടനവധി കാസറ്റുകളാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈമാൻ വർദ്ധിക്കും. റബ്ബിന്റെ ഖുർആൻ കേൾക്കുമ്പോ ഈമാൻ വർദ്ധിക്കുമല്ലോ. പരലോകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ രോമം എഴുന്നേറ്റ് നിൽക്കുന്നു. വല്ലാത്ത സന്തോഷവും കുളിർമയും ആനന്ദവും ഉണ്ടാകും. നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ആകുലതയും വ്യാകുലതയും പേടിയും വെപ്രാളവും മനസ്സിലേക്ക് വരുന്നുണ്ട്. അവിടെ ഒരു ഈമാനിന്റെ വർധനവ് നടക്കുന്നുണ്ട് ഉണ്ടല്ലോ. ആ വീട്ടിൽ എന്താ ഇങ്ങനെ പരീക്ഷണം എന്ന് തോന്നിപ്പോകേണ്ടതില്ല. അള്ളാഹു ആ മനുഷ്യന് നിന്റെ ഭാഗത്ത് ഗുരുതരമായ പാതകമില്ല, നിന്റെ ഭാഗത്ത് ഗുരുതരമായ തെറ്റില്ല എന്നവനെ ബോധ്യപ്പെടുത്തി സ്വർഗത്തിലേക്ക് അവൻ ഉറപ്പിക്കുന്ന പാതയാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കാൻ, ആ വിഷയത്തിലൂടെ നമ്മൾ ഉൾക്കൊള്ളാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അയ്യുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ അശദ്ദു ബല, ഏറ്റവും കടുത്ത പരീക്ഷണം ആർക്കാണ്? സഹാബത്ത് ചോദിക്കുകയാണ്. ഖാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി കൊടുക്കുന്നു, ലിൽ അംബിയാ, അംബിയാക്കന്മാർക്കാണ്. സുമ്മ, പിന്നെ ആർക്കാണ് പ്രവാചകരെ? ആർക്കാണ്? അസ്വാലിഹൂൻ, സച്ചരിതരായ സ്വാലിഹീങ്ങളായ ആളുകൾക്കാണ് എന്ന് പറഞ്ഞാൽ ലിസ്വാലിഹീൻ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതാണ് പണ്ഡിതന്മാർ ആ ഹദീസിനെ വിശദീകരിക്കുന്നത്. പിന്നെ ആർക്കാണ് പ്രവാചകരെ എന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോ ഓരോ മനുഷ്യന്റെയും ഈമാനിന്റെ തോതിനനുസരിച്ചുണ്ടാകും. യുബ്തല റജുലു അലാ ഹസബി ദീനിഹി. കാര്യം വ്യക്തമായി. ഒരു മനുഷ്യന്റെ ഈമാനിന്റെ തോത് അനുസൃതമായി അവൻ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് അതാ അള്ളാഹുവിന്റെ പ്രവാചകനാണ് സഹാബാ കിറാമിനെ പഠിപ്പിക്കുന്നത്. അതിന്റെ വർധനവ് എത്രത്തോളം ഉണ്ടാകുന്നവോ അത്രത്തോളം പരീക്ഷണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോ എന്റെ മകനെ വൈകല്യമുള്ളവനാക്കിയത് എന്നെ പരീക്ഷിക്കാനാണ്, എന്റെ കുട്ടിയെ പരീക്ഷിക്കാനാണ്, എന്റെ ഭർത്താവിനെ പരീക്ഷിക്കാനാണ്, എന്റെ ഭാര്യയെ പരീക്ഷിക്കാനാണ്, എന്റെ ഉമ്മയെ പരീക്ഷിക്കാനാണ്, എന്റെ കൂട്ടുകുടുംബങ്ങളെ പരീക്ഷിക്കാനാണ്. വഴിവിട്ട ഒരു ചികിത്സാ രീതിയിലേക്ക് ഈ കുടുംബം നടന്നു പോകുമോ എന്നതൊരു പരീക്ഷണത്തിന്റെ റൂട്ടാണ്. ആ അവന് അല്ലാഹു കൊടുത്ത അനുഗ്രഹീതമായ നാവുകൊണ്ട് അവൻ അള്ളാഹുവിനെ ശപിച്ചു പറയുമോ,
ദിവസത്തെ ചീത്ത പറയുമോ, കാലത്തെ ചീത്ത പറയുമോ, നേരം വൈകിയ സമയത്ത് ഈ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വൈകല്യം സംഭവിച്ച മാനസിക രോഗമുണ്ടായ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ കുട്ടിയുടെ, ഈ സ്ത്രീയുടെ, ഈ വാപ്പയുടെ, ഈ ഉമ്മയുടെ ഭാഗത്തു നിന്ന് ചില കുത്തുവാക്കുകൾ, അത് വേദനിപ്പിക്കുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോ നാം പറഞ്ഞു പോകുന്ന വാക്ക് എന്തായിരിക്കും? പരീക്ഷിക്കാൻ വേണ്ടിയാണ്, പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ പരീക്ഷണം നമ്മുടെ വീട്ടിലില്ലേ? ഉണ്ട്. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടോ? ഓർക്കുക. എന്റെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ കേട്ട ഒരു സംഭവത്തെ ഞാൻ ആവർത്തിക്കുകയാണ്. ഏതാണത്? രണ്ടു മക്കളെ അല്ലാഹ് ഒരു കുടുംബത്തിന് കുറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം കൊടുത്തു. എന്റെ മനസ്സിൽ നിന്ന് അത് പറയാതെ മറച്ചു വെക്കാനാകുന്നില്ല. അതുകൊണ്ട് ഞാൻ മറ്റേതെങ്കിലും സമയത്ത് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടാവാം. ഒരു ആവർത്തന പ്രയാസം നിങ്ങൾക്ക് തോന്നാൻ പാടില്ല. വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ കൺമുമ്പിൽ കണ്ട ഒരു മനോഹരമായ രംഗത്തെ ഞാൻ അറിയാതെ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞു പോവുകയാണ്. വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു ഭാര്യയും ഒരു ഭർത്താവും. ശരി, ആ രണ്ട് മനുഷ്യർ കുറെ കാലമായി ഗൾഫിലാണ് ജീവിക്കുന്നത്. അവർക്ക് മക്കളുണ്ടാകുന്നില്ല. അതൊരു പരീക്ഷണമാണല്ലോ. സമയം നമ്മുടെ മുമ്പിൽ സുദീർഘമായി അങ്ങോട്ട് പ്രവേശിക്കാനും ശാരീരികമായി അതിനനുവദിക്കുന്ന ഒരു സാഹചര്യമില്ലാത്തത് കൊണ്ടും ഞാൻ ആ ഭാഗത്തേക്കൊന്നും പ്രവേശിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെ മാത്രം നൽകുന്നതും പെൺകുട്ടികളെ മാത്രം നൽകുന്നതും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി നൽകുന്നതും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരു മക്കളെയും നൽകാതെ നിങ്ങളുടെ ജീവിതത്തെ കുറെ വർഷങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നതും ഒരിക്കലും മക്കളെ തരാതെ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതുമൊക്കെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഖുർആൻ മനുഷ്യർക്ക് മുമ്പിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുടുംബം 10 വർഷമായി ദാമ്പത്യ ജീവിതം നയിക്കുകയാണ്. മക്കളില്ല. വിദേശത്തെ ഡോക്ടർമാർ ഇവരെ പരിശോധിക്കുകയാണ്. അവിടുത്തെ ട്രീറ്റ്മെന്റ് അത് നടപ്പിലാക്കുകയാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നാട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു. ഇവിടുത്തെ ഭക്ഷണവും ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ സാഹചര്യവും നിങ്ങൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് മരുന്ന് കൊണ്ട് ഫലിക്കാതെ വരുമ്പോ ഞാൻ ഒരു പരീക്ഷണം കൂടി നിങ്ങൾക്ക് പറയാം. ലോകത്തിന്റെ നാഥനായ അല്ലാഹ് നിങ്ങൾക്ക് മക്കളെ പ്രദാനം ചെയ്യാൻ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഈ താൽക്കാലികമായി ജോലി വിട്ട് നാട്ടിലേക്ക് മടങ്ങണം. അവർ നാട്ടിലെത്തി നാട്ടിലെ ഭക്ഷണവും നാട്ടിലെ സാഹചര്യവും നാട്ടിലെ കാലാവസ്ഥയും ഒക്കെ അവർക്ക് അനുകൂലമാണ്. ശരി, അള്ളാഹുവിന്റെ പരീക്ഷണമായി ആ മനുഷ്യന്റെ ഭാര്യ പ്രഗ്നന്റ് ആവുകയാണ്. അവൾ പ്രസവിച്ചു. കുട്ടിക്ക് 6 വയസ്സാകുന്നതിന് മുമ്പ് രണ്ടാമതൊരു കുട്ടി കൂടി ജനിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 6 വയസ്സുള്ളൊരു കുട്ടിയും ഏകദേശം 3 വയസ്സുള്ളൊരു കുട്ടിയും പരീക്ഷണമായി അല്ലാഹ് ഇവിടെ ജീവിതത്തിലേക്ക് കൊടുത്തു. അപ്പോഴേക്കും 10-17 വർഷം ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയി. 10-17 വർഷം ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിച്ച ഇവർക്ക് മൂത്ത കുട്ടിയുടെ പ്രായം 6 വയസ്സാകുന്നേ ഉള്ളൂ. ശരി, വിദേശത്തേക്ക് തന്നെ മടങ്ങി. അവിടെ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. ഭർത്താവുമായി സന്തോഷത്തോടുകൂടി മക്കളുമായി സന്തോഷത്തോടുകൂടി ജീവിച്ചു പോകുന്ന കുടുംബം അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നു. വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ 2 മക്കളുടെ ഉപ്പ ഉറക്കം വന്ന് പ്രയാസപ്പെടുമ്പോൾ ഞാൻ വാഹനം സൈഡാക്കി നിർത്തി ഉറങ്ങാൻ പോവുകയാണെന്ന് അറിയിപ്പ് ഭാര്യയോടും മക്കളോടും പറയുകയാണ്. മക്കൾ പിറകു സീറ്റിലിരുന്ന് കളിക്കുന്നു. ഭാര്യ മുൻ സീറ്റിലുണ്ട്. റോഡിൽ നിന്ന് വാഹനം മാറ്റി നിർത്തി മണലിലേക്ക് ഇറക്കി മാറ്റി നിർത്തിയ വാഹനം. ആ വാഹനത്തിന്റെ പിറകിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഒരു അറബി യുവാവിന്റെ വാഹനം നിയന്ത്രണം വിട്ട് വന്ന് ആ വാഹനത്തിന്റെ പിറകിലിടിച്ച് ഗുരുതരമായ പരിക്കുകളുമായി ആ 2 മക്കളെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം ആ മക്കളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നായിരുന്നു. മൂത്ത കുട്ടി 6 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു. രണ്ടാമത്തെ കുട്ടി ഏകദേശം അല്പ മിനിറ്റുകൾക്ക് ശേഷം ലോകത്തോട് വിട പറഞ്ഞു. ആ ഹോസ്പിറ്റലിലേക്ക് സലഫികളായ ആളുകൾ ആ മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ കടന്നു ചെല്ലുമ്പോൾ ആ മനുഷ്യന്റെ കയ്യിൽ 3 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ മയ്യത്ത് കയ്യിൽ പിടിച്ച് താടി രോമങ്ങളിലൂടെ കണ്ണുനീരൊലിച്ചിറങ്ങി ആ കുട്ടിയുടെ മയ്യത്തിലേക്ക് കണ്ണുനീർ ഒട്ടി വീഴുന്ന രംഗമാണ് പലർക്കും കാണാൻ പറ്റിയത്. സാരമില്ല,
10 കൊല്ലം നിങ്ങൾക്ക് മക്കളില്ലായിരുന്നല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് മക്കളെ റബ്ബ് തന്നു. ആ മക്കൾ അല്ലാഹു തിരിച്ചു വിളിച്ചു. സാരമില്ല എന്ന് പറഞ്ഞ അയാളുടെ ഷോൾഡറിൽ തട്ടി ആശ്വസിപ്പിക്കുമ്പോ ആ മനുഷ്യൻ ആശ്വസിപ്പിക്കുന്നവരോട് പറഞ്ഞ വാക്ക്, സാരല്ല എന്ന് എനിക്കറിയാം, ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, മാറത്തടിച്ച് കരഞ്ഞിട്ടില്ലല്ലോ, അട്ടഹസിച്ച് ഇല്ല, ഞാനിവിടെ ശബ്ദമുണ്ടാക്കിയിട്ടില്ലല്ലോ, എന്റെ ഭാര്യ ബോധം നഷ്ടപ്പെട്ട് അബോധാവസ്ഥയിലാണ്, സാരമില്ല, അവൾ ബോധം തെളിഞ്ഞു വരുമ്പോ സഹിക്കാനാവില്ല അവൾക്ക് എന്ന് എനിക്കറിയാം. പക്ഷേ ഈ 3 വയസ്സ് പ്രായമാകാത്ത കുട്ടിയുടെ മയ്യത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ സമയത്ത് ആശ്വസിപ്പിക്കുന്നവരോട് ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഹദീസായിരുന്നു. ആരാണ് പറയുന്നത്? 2 മക്കളും മരണപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ മയ്യത്ത് താങ്ങിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് വരുന്നവരല്ല പറഞ്ഞത്, കുട്ടിയുടെ വാപ്പ പറയുന്നു വന്നവരോട്, സാരല്ല, മായസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന ഫി നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖ അല്ലാഹ തആല വമാ അലൈഹി മിൻ ഖതിഅ. എന്താണ് പ്രിയപ്പെട്ടവരെ ആ ഹദീസിന്റെ അർത്ഥതലം എന്താണ്? മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന, ആണായ പുരുഷനും ആണായ മുഅ്മിനിനും പെണ്ണായ മുഅ്മിനത്തിനും, പുരുഷനാകുന്ന മുഅ്മിൻ, എത്രയോ പുരുഷന്മാരെ മുഅ്മിൻ അല്ലാത്തവരുണ്ടല്ലോ, മുഅ്മിനായ ആണിനും മുഅ്മിനത്തായ ആ പെണ്ണിനുമുണ്ടല്ലോ, മുഅ്മിനിനും മുഅ്മിനത്തിനും പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, പെട്ടെന്ന് തീർന്നു പോകുമെന്നല്ല. ആ പ്രയോഗം എന്താ? മാ യസാലുൽ ബലാഉ, പരീക്ഷണം ആയിക്കൊണ്ടേയിരിക്കും, പരീക്ഷണം വന്നുകൊണ്ടേയിരിക്കും. ആർക്ക്? മുഅ്മിനിന്, മുഅ്മിനത്തിന്. എവിടെ? ഫീ നഫ്സിഹി, അവന്റെ ശരീരത്തിന്റെ വിഷയത്തിൽ. ദാ എന്റെ ശരീരത്തിന്റെ വിഷയത്തിൽ പരീക്ഷിക്കും. ഇന്നലെ വരെ എന്റെ കൈക്ക് പ്രശ്നമില്ല, ഇന്ന് നേരം വെളുത്തുണർന്നു നോക്കുമ്പോ കൈ ഒരു ഭാഗം തളർന്നു പോയിരിക്കുന്നു, ഉയരുന്നില്ല. എത്ര വാർത്തകളാണ് വന്നത്, എത്ര വാർത്തകളാണ് വന്നത്. ഇതാ ഇന്നലെ വരെ പൂർണ്ണമായി കാഴ്ച ശക്തിയുള്ള കൊയിലാണ്ടിയിലെ ഒരു പെണ്ണ്, പക്ഷേ പെട്ടെന്ന് കണ്ണിന് വേദന. ഡോക്ടർ പരിശോധിച്ചു, രോഗമെന്തെന്ന് മനസ്സിലായില്ല. എന്തെങ്കിലും കണ്ണിൽ ഒരു കുറുമ്പ് വീണിട്ടുണ്ടാകുമെന്ന് മറുപടി പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും വേദന വന്നു. പെട്ടെന്ന് ഡോക്ടർ പറയാണ്, നിങ്ങളുടെ കാഴ്ച ശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്കാണ് നിങ്ങളുടെ ഈ രോഗം എന്നെ അറിയിക്കുന്നത്. അതുകൊണ്ട് മുൻകൂട്ടി നിങ്ങളോട് വെപ്രാളപ്പെടാതിരിക്കാൻ ഞാൻ തുറന്നു പറയുകയാണ്. ആ പെണ്ണ് പൂർണ്ണമായി അന്ധയായി. ആ പെണ്ണിനെ കല്യാണം കഴിച്ച മനുഷ്യൻ അന്ധയാകാൻ പോകുന്ന പെണ്ണിനെ കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി ത്വലാഖ് ചൊല്ലി. ആവട്ടെ, അത് വേറെ വായിച്ചെടുക്കേണ്ട, മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കഥയാണ്. എന്റെ പ്രിയങ്കരനായ ഒരു സുഹൃത്ത് ആ പെണ്ണിനെ അതാ അന്ധയായി മാറി, വിധവയായി മാറിയ ആ പെണ്ണിനെ 2ാമത്തെ ഭാര്യയായി സ്വീകരിച്ച് മറ്റൊരു ജീവിതം ആ പെണ്ണിന് നൽകണമെന്ന് തീരുമാനിച്ചു. ആവട്ടെ, അതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ ഈ നിലകളിൽ പൂർണ്ണമായി കാഴ്ച ശക്തിയുള്ള ആ പെണ്ണ്, ഓർക്കുക, ദിവസങ്ങൾ കൊണ്ട് പൂർണ്ണ അന്ധയായി മാറി. എന്താണ് രോഗമെന്ന് ഡോക്ടർക്ക് പിടുത്തം കിട്ടിയില്ല, എന്താണ് രോഗമെന്ന് കുടുംബത്തിന് പിടുത്തം കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, എന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി, എന്റെ കർണപടത്തിന്റെ കേൾവി ശക്തി, എന്റെ കരങ്ങളുടെ ശക്തി, എന്റെ കാലുകളുടെ ശക്തി, എന്റെ ആന്തരിക അവയവങ്ങളുടെ ഓരോ ചലനങ്ങളും, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് മിടിപ്പ് എല്ലാം, പ്രിയപ്പെട്ടവരെ, കൺട്രോൾ ചെയ്യുന്നത് ഞാനല്ല, ഈ പ്രപഞ്ചനാഥനായ ലോകൈകനാഥനായ എന്നെയും നിങ്ങളെയും ദാ പതിസ്ഥാനത്തിരുന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ന റബ്ബക ലബിൽ മിർസാദ്, പതിസ്ഥാനത്തിരുന്ന് എല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നാഥനായ റബ്ബാണ് എന്റെ അവയവങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനാ ഞാനിത് പറഞ്ഞത്? പരീക്ഷണമാണ്. രോഗിയായി കണ്ണിന്റെ കാഴ്ച ശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയേ, എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം,
എന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വേണ്ട, അങ്ങനെ തന്നെ നിന്നോട്ടെ, അതാണ് നിനക്ക് ഖൈറ്. എവിടെ എവിടെ? ആഖിറത്തിൽ അതാണ് നിനക്ക് ഖൈറ്. ഇതുകൊണ്ട് അല്ലാഹ് വേറെന്തെങ്കിലും ഒരു ഗുണം നിനക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് വേണ്ട സഹാബി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ നിന്റെ ജീവിതമെന്ന് പറയുന്നത് ഹദീസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അപ്പോ കാലിനൊരു വൈകല്യം ട്രീറ്റ്മെന്റ് നടത്തിക്കൂടാന്നല്ല, ആ കാലിന്റെ വൈകല്യം കൊണ്ട് നിനക്ക് ഒട്ടനവധി നന്മകൾ അല്ലാഹു തരാൻ വിചാരിച്ചിട്ടുണ്ടാവും. എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. എന്റെ കണ്ണിന്, എന്റെ കാതിന്, എന്റെ കൈക്ക്, എന്റെ വിരലുകൾക്ക്, എന്റെ നാവിന്റെ കൊഞ്ഞപ്പടക്ക് പോലും പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ നാഥനായ അല്ലാഹ് ഒട്ടനവധി പ്രതിഫലം തരാൻ അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് സഹാബി അങ്ങനെ നിന്നോട്ടെ. നിർബന്ധമാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, നിനക്ക് ക്ഷമിക്കുകയാണ് നല്ലത്, ക്ഷമിക്കുകയാണ് നല്ലത് എന്ന് പറയുന്നത് സാന്ദർഭികമായി ഈ വരികൾക്കിടയിലൂടെ നിങ്ങൾ ഓർക്കുകയും വായിക്കുകയും ചെയ്യണമെന്ന് പറയാനാണ് ഞാൻ ആ സന്ദർഭത്തെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഫീ നഫ്സിഹി, ശരീരം കൊണ്ട്, വമാലിഹി, സമ്പത്ത് കൊണ്ട്. ബഹുമാനനായ ശരീഫ് പറഞ്ഞു, എന്ത്? സമ്പത്ത് വർദ്ധിക്കുന്നതും പരീക്ഷണമാണ്, സമ്പത്ത് വർദ്ധിക്കുന്നതും പരീക്ഷണമാണ്. റബീഉൽ അവ്വൽ മാസത്തിന്റെ ഒച്ചപ്പാടുകളും ബഹളങ്ങളും തീർന്നിട്ടില്ലാത്ത ഒരു സമയം ഓർക്കണം. നമ്മൾ റോഡിൽ ബ്ലോക്ക് വരുത്തി, മിഠായി വിതരണം ചെയ്ത്, മധുര പലഹാരം കൊടുത്ത്, ദഫ്മുട്ട് റോഡിൽ കളിച്ച്, കോൽക്കളി റോഡിൽ കളിച്ച്, ആൺകുട്ടികളും പെൺകുട്ടികളും വരി വരിയായി നിരന്നിരുന്ന് ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വടിയിൽ നിന്നൊരു ഉപദ്രവം നീക്കൽ, തടസ്സം നീക്കൽ, ജിഹാദ് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരമാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്ത രംഗം. എന്തിനാ ഞാനത് പറഞ്ഞതറിയോ? ആരാണ് ആ പ്രവാചകൻ? ആരാണ് ആ മുത്തു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ? പാവങ്ങളിൽ പാവമായിരുന്നു, പാവങ്ങളിൽ പാവമായിരുന്നു. മഞ്ചേരി സഭാഹാളിന്റെ മുറ്റത്തിരുന്ന് എന്റെ ശബ്ദം കേൾക്കുന്നവരെ, ഇന്നുച്ചക്ക് ഒരു തുള്ളി കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ അല്പമരിയിട്ട് കൂടുതൽ വെള്ളമൊഴിച്ച് എനിക്കും എന്റെ മക്കൾക്കും എന്റെ ഭാര്യക്കും ഉമ്മക്കും ഉപ്പക്കും ആ വെള്ളം കുടിച്ച് ഇടയ്ക്കൊക്കെ ഒരു വട്ടുകടിച്ച് ആശ്വസിക്കാമെന്ന് വിചാരിച്ച ഒരു ചെറിയ പട്ടിണി പോലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നില്ല, ഇല്ലല്ലോ. സഹാബത്ത് ചോദിക്കുക, നബിയേ ഉച്ചക്ക് എന്താ നമ്മൾ തിന്നുക? ഇല പറിച്ചോളൂ, ഇല പറിച്ചോളൂ, വിഷമില്ലാത്ത അപകടം വരുത്താത്ത ഇലകൾ പറിച്ചിട്ട് അത് കൂട്ടിയിട്ട് അത് നന്നായി വൃത്തിയാക്കിയെടുത്ത് പച്ചില തിന്നു, കൂടെ വെള്ളം കുടിച്ചു. രാത്രി മറ്റെന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഇല്ല, രാത്രിയും പച്ചവെള്ളവും ഇലയും മാത്രം. പിറ്റേ ദിവസം രാവിലെ വല്ല പ്രതീക്ഷയുമുണ്ടോ? ഇല്ല, പച്ചവെള്ളവും ഇലയും മാത്രം. അതേ പിറ്റേ ദിവസം ഉച്ചക്ക് പ്രതീക്ഷയുണ്ടോ? ഇല്ല. 3 അല്ല 4 അല്ല 5 അല്ല 6 അല്ല ദിവസങ്ങളോളം പച്ചവെള്ളവും പച്ചിലയും മാത്രം തിന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആട് കാട്ടിക്കുന്നത് പോലെ കാട്ടിച്ചുവെന്ന് പ്രസംഗത്തിന് മാധുര്യം കൂട്ടാൻ, പ്രസംഗത്തിന് അലങ്കൃതമായ ഒരവസ്ഥ വരുത്താൻ വേണ്ടി പറയേണ്ട വാക്കല്ല. ഓർക്കണം എന്റെ ജീവിതത്തെ കുറിച്ച്. വീണു പോകുന്ന ഒരു വട്ട് അത് സൂചി പോലത്തെ കൂർത്ത വടി കൊണ്ട് കുത്തിയെടുത്ത് ഗ്ലാസ്സിലിട്ട് കഴുകി ഭക്ഷിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിനെ വേസ്റ്റ് ആക്കി കളഞ്ഞവരെ ഓർക്കണം. രാത്രി പോയി ഭക്ഷണം കഴിച്ചിട്ടും ബാക്കിയാകുന്ന ഭക്ഷണങ്ങൾ കുപ്പത്തൊട്ടിയിലേക്ക് കളയുന്നവരെ ഓർക്കണം നമ്മുടെ പ്രവാചകനെ കുറിച്ച്. പാവങ്ങളിൽ പാവമായിരുന്നു. പടയെങ്കി പണയം വെച്ച്, പടയെങ്കി പണയം വെച്ച് ജീവിതത്തിന്റെ വിഷമഘട്ടങ്ങളെ മുന്നോട്ട് നീക്കിയ പ്രവാചകൻ. ആയിഷ, ആയിഷ, ഇന്നലിൽ മൗതി ലസക്കറാത്ത്, മരണത്തിന് വല്ലാത്ത അസ്വസ്ഥതയുണ്ട് ആയിഷ എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഷോൾഡറിൽ ചാരിക്കിടന്ന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, എന്റെ പടയെങ്കി ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിലാണ്. നടന്നു പോകുമ്പോ ജൂതൻ തടഞ്ഞു. എന്താ തടഞ്ഞാൻ കാരണം അറിയോ? തടയാൻ കാരണം എന്താണെന്നറിയോ? ജൂതന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കടം കൊടുക്കാനുണ്ടായിരുന്നു. ഡേറ്റ് ഒക്കെ നീട്ടി വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ജൂതൻ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്കിപ്പോ കിട്ടണം, എനിക്കിപ്പോ കിട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമയം വാങ്ങിയിട്ടില്ലേ, തരാലോ എന്ന് പറഞ്ഞപ്പോ ഇല്ല, എനിക്കിപ്പോ കിട്ടണം. അവിടെ നിന്നു, ബാങ്ക് കൊടുത്തു. തടഞ്ഞ സ്ഥലത്ത് തന്നെ നിന്നു, ബാങ്ക് കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതനോട് പറഞ്ഞു, ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ പോയി നമസ്കരിക്കട്ടെ. പറ്റില്ല, ഇവിടുന്ന് പോകാൻ പറ്റില്ല.
അവിടെ തന്നെ നമസ്കരിച്ചു. ആര്? ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരാണത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഈ സദസ്സിലിരിക്കുന്ന, ഈ മുറ്റത്തെ മനോഹരമാക്കുന്ന സദസ്സുണ്ടാക്കിയ എന്റെ ചേട്ടന്മാരെ, എന്റെ അനിയന്മാരെ, സഹപ്രവർത്തകന്മാരെ, സഹോദരിമാരെ, കൊച്ചനിയന്മാരെ, MSMന്റെ ISMന്റെ സഹപ്രവർത്തകന്മാരെ, ഓർക്കുക, നാം സുഭിക്ഷതയുടെ ലോകത്തല്ലേ? അല്ലേ? നാം സുഭിക്ഷതയുടെ ലോകത്തല്ലേ? നാം സുന്ദരമായ ആസ്വാദനങ്ങൾ കിട്ടുന്ന ലോകത്തല്ലേ? ഒരു നേരത്തെ വയറിന് വേണ്ടി പ്രയാസപ്പെടുന്നവരാണോ നമ്മൾ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പൊറുതിമുട്ടുന്നവരാണോ നമ്മൾ? അല്ലേ? നമുക്ക് പറ്റിയ തകരാറെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ എന്റെ ഉമ്മത്തിനെ പിടികൂടാൻ പോകുന്ന ഏറ്റവും വലിയ പരീക്ഷണം സഹറത്തുദ് ദുനിയാ, ദുനിയാവിന്റെ അലങ്കൃതമായ അവസ്ഥയായിരിക്കും, ആഡംബരമായിരിക്കും. മറ്റൊന്നും എന്റെ കൗമിനെ, എന്റെ ജനവിഭാഗത്തെ പിടികൂടില്ല. ഏത് സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നുണ്ടോ പണത്തിന്റെ ശക്തി കൂടുന്നു, പണത്തിന്റെ ശക്തി കൂടുന്നു. സംഘടനാ രംഗത്ത് പോലും പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ ഓർക്കണം, നമ്മുടെ ആസ്തിയും നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടിയുള്ള സ്വത്തും, നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ സുഗമമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആസ്തിയും ഒരു പരീക്ഷണമായി നമുക്ക് മാറുന്നുണ്ടോ? സഹറത്തുദ് ദുനിയാ, ദുനിയാവിന്റെ അലങ്കൃതമായ ആഡംബരം നിറഞ്ഞ അവസ്ഥ പരീക്ഷണമായി മാറുന്നുണ്ടോ? ഓർക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞ വാക്കാണ്, അല്ലേ? അന്ന് പറഞ്ഞ വാക്കാ. റോഡിലൂടെ ബ്ലോക്കാക്കി പോകുന്ന ആളുകൾ ഓർക്കണം. എങ്ങനെ പ്രിയപ്പെട്ടവരെ സന്തോഷിക്കാൻ പറ്റുക? റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ലോകത്തോട് വിട പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുന്ന നമുക്ക് എങ്ങനെ ആനന്ദിക്കാൻ പറ്റും? എങ്ങനെ ആഹ്ലാദിക്കാൻ പറ്റും? എങ്ങനെ അമിതാവേശത്തിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും? ഇല്ലല്ലേ? ജനിച്ചത് ആ മാസത്തിൽ തന്നെയാണ് എന്നുറപ്പിച്ചാൽ തന്നെ മരിച്ചത് ഉറപ്പാണല്ലോ. മറ്റേ ഡേറ്റിൽ വ്യത്യാസമുണ്ട്, വിഷയത്തിൽ നിന്ന് മാറില്ല. ആലോചിക്കാനാണ് എങ്ങനെ നമുക്ക് അമിതമായ ഒരു സന്തോഷത്തിൽ ഈ മുസ്ലിം സമുദായത്തിന് പങ്കെടുക്കാൻ പറ്റും. ഓർക്കണം, ഞാനത് പറയാനല്ല, അവിടെ മരിക്കുന്ന ആ ദിവസം പോലും ആയിഷയോട് പറയുന്ന വാക്ക്, എന്റെ പടയെങ്കിൽ ജൂതന്റെ കയ്യിലാണ്. ഒരു സഹാബിക്ക് പണം കൊടുത്ത് തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ ആസ്തിയില്ല സഹോദരങ്ങളെ, അല്ലേ? ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജൂതൻ തടഞ്ഞു വെക്കൂ. പാവങ്ങളിൽ പാപമായിരുന്നു. അപ്പോ എന്റെ കയ്യിൽ സംസാരിക്കുന്ന ശിഹാബ് എന്ന് പറയുന്ന ഞാൻ, കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാണ്, താമസിക്കുന്ന വീട് നല്ല വീടാണ്, സഞ്ചരിക്കുന്ന വാഹനം നല്ല വാഹനമാണ്. ഇത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റാതെ പോയാൽ ഞാനായിരിക്കും നാളെ ഏറ്റവും വലിയ ഖസിറത്ത് ദുനിയ വൽ ആഖിറ, ആഖിറത്തും ദുനിയാവും നഷ്ടപ്പെട്ടു പോയ പാപ്പരനായി, അല്ലേ, മുഫ്ലിസായി മാറുന്നത്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെ നോക്കിയാലും സൗകര്യങ്ങൾ മാത്രമാണ് നമുക്ക്, എവിടെ നോക്കിയാലും സന്തോഷങ്ങൾ മാത്രമാണ് നമുക്ക്. വേറൊന്നിനും മറ്റൊന്നും എളുപ്പത്തിൽ എല്ലാം നേടുക എന്നതല്ലാതെ പ്രയാസപ്പെടുന്ന ഒന്നും നമുക്ക് ഓർക്കാൻ വയ്യ, കഷ്ടപ്പെടുന്ന ഒന്നും നമുക്ക് ഇല്ല. നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുന്നത് നമുക്ക് ഇഷ്ടമില്ല. എപ്പോഴും സന്തോഷം, ആനന്ദം, ആഹ്ലാദം, എളുപ്പം, കുറുക്കുവടികൾ, അത് മാത്രമാണ് മനുഷ്യൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആവട്ടെ, വിഷയത്തിലേക്ക് തന്നെ വീണ്ടും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ശരീരത്തെ കൊണ്ട് പരീക്ഷിക്കും, പിന്നെ സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കും. മാലും പിന്നെ ബനൂൻ, മക്കളും എല്ലാം ഈ ദുനിയാവിന്റെ ഒരു അലങ്കൃതം മാത്രമാണ്. തൽക്കാലം ഒരു ഹാജി എന്നൊക്കെ നമ്മൾ പേരിടും, അങ്ങനെ പേരിടേണ്ട ആവശ്യമൊന്നുമില്ല. നിസ്കരിക്കുന്ന ആളെ നമ്മൾ നിസ്കാരി എന്ന് പറയാത്തത് കൊണ്ട് ഹജ്ജ് ചെയ്ത ആളെ ഹാജി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ആവട്ടെ, ഏതായാലും നമ്മൾ അങ്ങനെ പേരിട്ട് വിളിക്കും. എന്റെ കയ്യിൽ അല്ലാഹ് തന്നതാണ്, വേണ്ട അത് മുറുക്കി പിടിച്ച് പിശുക്കന്മാരിൽ പിശുക്കനായി, ലുബ്ധന്മാരിൽ ലുബ്ധനായി മാറണ്ട. പിന്നെ അങ്ങ് തുറന്ന് വിട്ടിട്ട് എന്തുമാവട്ടെ എന്ന് വിചാരിക്കണ്ട. ഒരു അതിന്റെ ഏറ്റവും നടുവിലെ ഒരു രീതി, ഏറ്റവും സുതാര്യമായ രീതി നീ സ്വീകരിക്കണം. റബ്ബെനിക്ക് തന്ന എന്റെ കയ്യിലൂടെ മറുകൈയിലേക്ക് പോകേണ്ട ഒരു താൽക്കാലികമായ സമ്പ്രദായമാണ് പണം. റൊട്ടേഷനായ ഒരു കറക്കത്തിലൂടെ
എന്നിൽ നിന്ന് മറ്റൊരുത്തരിലേക്ക് ഇത് നടന്നു നീങ്ങുന്നു, പോകുന്നു എന്ന ഓർമ്മ. എന്റെ ഉപ്പ, എന്റെ ഉമ്മ, എന്റെ ചേട്ടൻ, മരണപ്പെട്ടു പോയ എന്റെ വല്യപ്പ, എന്റെ വല്യമ്മ, അവരാരും ഇത് കൊണ്ടുപോയിട്ടില്ല എന്ന ഓർമ്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോ ഒന്നാമതായി ഞാൻ നിങ്ങളെ കേൾപ്പിച്ച കുറെ ചെറിയ ചെറിയ ഹദീസുകളെ കേൾപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി പറഞ്ഞത് മായസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന ഫി നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖ അല്ലാഹ തആല വമാ അലൈഹി മിൻ ഖതീഅ. ഒരു തെറ്റും ചെയ്യാത്തവനായി അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ, അതെ പടച്ചവനെ, ഞാൻ ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകളൊക്കെ നിന്നോട് പൊട്ടി കരഞ്ഞു പറഞ്ഞ് മാപ്പ് ചോദിച്ച് റബ്ബേ നിന്നോട് പൊറുക്കലിനെ തേടി, റബ്ബേ നീ എനിക്ക് പുറത്തു തന്നു എന്ന വിശ്വാസത്തോടുകൂടി സർവ്വ തെറ്റുകളും ഡിലീറ്റ് ചെയ്ത് സർവ പാപങ്ങളും മായിച്ചു കളഞ്ഞ് പടച്ചവനെ ഒരു തെളിച്ചമുള്ള റിക്കാർഡ് വാങ്ങാനാണ് ഞാൻ ഈ കോടതിയിൽ എത്തുന്നത് എന്ന ഓർമ്മ, അതെ സന്തോഷത്തോടു കൂടി വാങ്ങാൻ പറ്റുന്ന ഒരവസ്ഥ. ഇത് ഞാൻ വെറുതെ പറയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാമിൻ മുസ്ലിമിൻ യുസീബുഹു അദാ മിൻ മറദിൻ ഫമാ സിവാഉ ഇല്ലാ ഹത്തല്ലാഹു ബിഹി സയ്യിആതിഹി കമാ തഹുത്തു അശ്ശജറതു വറഖഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമാണ്. എന്താണ് പറഞ്ഞത്? ഒരു മുസ്ലിമിനും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല, ഒരു മുസീബത്തും വരുന്നില്ല, ഒരു പ്രയാസവും വരുന്നില്ല, ഒരു കഷ്ടപ്പാടും കടന്നു വരുന്നില്ല, ഒരു ബുദ്ധിമുട്ടും അവന്റെ ജീവിതത്തിലേക്ക് വരുന്നില്ല, ഒരു രോഗം പോലും അവന്റെ ജീവിതത്തിലേക്ക് വരുന്നില്ല. എങ്ങനെയായിട്ടല്ലാതെ മരത്തിൽ നിന്നതിന്റെ ഇലകള് പൊടിഞ്ഞു വീടുന്നത് പോലെ, മരത്തിൽ നിന്നതിന്റെ ഇലകൾ പൊടിഞ്ഞു വീടുന്നത് പോലെ, മുസൽമാനെ, സഹോദര, നിന്റെ ജീവിതത്തിൽ രോഗം വരുമ്പോ ക്ഷമയോടുകൂടി അല്ലാഹു അനുവദിച്ച ട്രീറ്റ്മെന്റിലൂടെ മുന്നോട്ട് പോകുമ്പോ, പടച്ചവരിൽ തവക്കുൽ ചെയ്തു പോകുമ്പോ, നിന്റെ ശരീരത്തിൽ നിന്ന് മരത്തിൽ നിന്ന് ഇല പൊടിഞ്ഞു വീടുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ അടർന്നടർന്ന് വീടുന്നുണ്ട് എന്ന് ആരാ പറയുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്തൊരു പനിയത്! ശപിക്കണ്ട. ഇന്നത്തെ ദിവസം തന്നെ മോശാണ്. കാലത്തെ നിങ്ങൾ ചീത്ത പറയരുത്. അല്ലാഹു പറയാ, കാലത്തെ നീ ചീത്ത പറയരുത്. കാലം എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്ന് പറഞ്ഞെന്താ? കാലത്തെ ചീത്ത പറയാൻ പാടില്ല. എന്തങ്ങനെ? നമുക്ക് മാത്രം എങ്ങനെ? നമ്മളെ കുടുംബത്തിൽ മാത്രം എങ്ങനെ? നമ്മളെ ദിവസം എങ്ങനെ എന്ന് പറഞ്ഞു പോകണ്ട. ചീത്ത പറയണ്ട, പ്രാഗി പറയണ്ട, മുഷിപ്പ് വർത്തമാനങ്ങൾ പറയണ്ട. നിന്റെ ജീവിതത്തിലേക്ക് ഒരു രോഗം വരുമ്പോ, ഒരു പനി വരുമ്പോ, ഒരു വേദന വരുമ്പോ, ഒരു പ്രയാസമുണ്ടാകുമ്പോ, ഒരു കഷ്ടപ്പാട് വരുമ്പോ, മരത്തിൽ നിന്ന് ഇലകൾ അടർന്നു വീഴുന്നത് പോലെ നിന്റെ ശരീരത്തിൽ നിന്ന് തെറ്റുകളും കുറ്റങ്ങളും ഒന്നൊന്നായി അടർന്നു വീണു പോകുന്നുണ്ട് എന്ന് പറഞ്ഞു തരുന്നതാരാ? ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അതുകൊണ്ട് മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. അജബൽ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. ഹദീസ് കുറേ തവണ നമ്മളൊക്കെ കേട്ടതാണ്, പക്ഷേ ഒന്നും കൂടി ഓർക്കണം. എന്താണ് കാരണം? അജബൽ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. എന്തുകൊണ്ടാണ് അത്ഭുതമാകുന്നത്? അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന സർവ്വതും അവന് ഖൈറാണ്. എങ്ങനെ? ഇതൊരിക്കലും മുഅ്മിനല്ലാതെ ഇങ്ങനൊരു സന്ദർഭം, ഇങ്ങനൊരു അവസരം, ഇങ്ങനൊരു സുവർണാവസരം ലോകത്ത് മറ്റാർക്കുമില്ല. കാലിൽ ഒരു മുള്ള് തറച്ചാൽ പ്രാഗി പറയാതെ ആ മുള്ള് പറിച്ചെടുത്ത് ഇത് മറ്റൊരാളുടെ കാലിൽ തറക്കരുതെന്ന് വിചാരിച്ച് റോഡിന്റെ ഓരത്തേക്ക് മാറ്റിവെക്കുമ്പോ, റോഡിന്റെ സൈഡിലേക്ക് മാറ്റിവെക്കുമ്പോ, മുഅ്മിനെ നിന്റെ നിയ്യത്തിന് കൂലിയുണ്ട്. മുള്ള് തറച്ചപ്പോ പ്രാഗി പറയാത്തതിന് കൂലിയുണ്ട്, ക്ഷമിച്ചതിന് കൂലിയുണ്ട് ഉണ്ടല്ലോ. അജബൽ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ ഇൻ അസാബതുഹു, അവനെ ബാധിക്കുകയാണ്. എന്ത് ബാധിക്കുന്നു? സറാ, സന്തോഷമുണ്ടാവുകയാണ്. പൊട്ടി ചിരിക്കാൻ പറ്റൂല, അമിതമായ ചിരി ഉണ്ടായിക്കൂടാ. പിന്നെയോ സന്തോഷം ജീവിതത്തിലേക്ക് വരുന്നു. ചെയ്യേണ്ടത് ശക്കറ,
ആ മുഅ്മിൻ ചെയ്യുക ശക്കറ. ദേ ഫീൽ മാദിയ പ്രയോഗിച്ചത് നന്ദി കാണിക്കുന്നല്ല, നന്ദി കാണിച്ചു. ജീവിതത്തിലേക്കൊരു സന്തോഷകരമായ അവസ്ഥ വന്ന ഉടനെ ശക്കറ, അല്ലാഹുവിന് അവന് നന്ദി കാണിച്ചു. ഫഖാന ഖൈറൻ ലഹു, അതവന് ഖൈറായി മാറുന്നു. വ ഇന്ന സാബതുഹു സർറാ ലറാ, വല്ല ബുദ്ധിമുട്ടും വല്ല പ്രയാസവും വല്ല കെട്ടപ്പാടും വല്ല ദുരിതങ്ങളും അവന്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നു. സബറ, ക്ഷമിച്ചു അവൻ. ഫഖാന ഖൈറൻ ലഹു, അതും അവന് ഖൈറാണ്. ഇത് മുഅ്മിനല്ലാതെ മറ്റാർക്കുണ്ട്? ഞാൻ പഠിപ്പിക്കാൻ എന്റെ മോളെ 11 വയസ്സായിട്ടുള്ളൂ, നന്നായി പഠിപ്പിച്ചു. എന്റെ ഡ്യൂട്ടിയൊക്കെ ഞാൻ നിർവഹിച്ചു. ഞാൻ കൊടുക്കേണ്ട പരിചരണമൊക്കെ കൊടുത്തു. റബ്ബിന്റെ തൗഫീഖ് മുഖേന എന്റെ കുട്ടിക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. അങ്ങനെ ഞാൻ നന്നായി പഠിപ്പിച്ചു, ദീനീ ബോധം കൊടുത്തു. ഭൗതികമായ വിജ്ഞാനമാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് MBBS ആണെങ്കിൽ അത് ശരി, അങ്ങനെ നേടിക്കൊടുക്കാൻ വേണ്ടി പണം ചെലവാക്കി പഠിപ്പിച്ച ഒരു രക്ഷിതാവ്. പക്ഷേ അവസാനം അവൻ ഡോക്ടറായി ഇറങ്ങുന്നതിന്റെ തലേ ദിവസം തളർന്നു വീണ് മരിച്ചാലും ഒരു മുഅ്മിനിന് ആശ്വാസമുണ്ട്. അല്ലാഹ്, ഞാൻ എന്റെ കുട്ടിക്ക് ദോഷം വരുത്തി വെച്ചിട്ടില്ല. പടച്ചവനെ, ഞാൻ എന്റെ കുട്ടിക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ചിട്ടില്ല. എന്റെ കുട്ടിക്ക് ധാർമ്മികത പഠിപ്പിച്ചു, എന്റെ കുട്ടിക്ക് ഞാൻ മൊറാലിറ്റി പഠിപ്പിച്ചു, എന്റെ കുട്ടിക്ക് ഞാൻ ആഖിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നീയാണ് ആത്യന്തികമായി കൊടുത്തതെങ്കിലും റൂട്ട് ഞാൻ ഒരുക്കി കൊടുത്തു. ഇപ്പതാ എന്റെ മകൻ എന്നെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു, നാളെ പരലോകത്ത് കാണാമല്ലോ എന്ന ആശ്വാസം ആ വാപ്പക്കുണ്ടാവും. ഹൈന്ദവന്റെ മകൻ ഡോക്ടറായി വരുന്നതിന്റെ തലേ ദിവസം മരിച്ചാൽ, ഡോക്ടറായി വന്നതിന്റെ പിറ്റേ ദിവസം മരിച്ചാൽ നഷ്ടമല്ലാതെ അവനൊന്നും ഓർക്കാനില്ല. അവൻ ആഖിറത്തിനെ കുറിച്ച് ഓർമ്മയില്ല, ബർസഖ് ജീവിതത്തെ കുറിച്ച് ഓർമ്മയില്ല, സ്വർഗ നരകങ്ങളെ കുറിച്ച് വിശ്വാസമില്ല. അല്ലേ? അതുകൊണ്ട് തീർന്നു പോയി. കത്തിച്ച് അതിന്റെ വെണ്ണീർ ഒരു മൺകുടത്തിലാക്കി ഏതോ ഒരു നദിയിൽ കൊണ്ടുപോയി ഒഴുക്കിക്കളയുമ്പോ ഇതോടുകൂടി ആർക്കും പിടുത്തം കിട്ടാനാവാത്ത വിധത്തിൽ എന്റെ മകൻ, എന്റെ മകൾ, എന്റെ ഭാര്യ തീർന്നിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരു നിരീശ്വരവാദി, അതല്ലെങ്കിൽ ആ വിശ്വാസം വെക്കുന്ന ഒരു മനുഷ്യൻ, അവന് മകനെ കുറിച്ച് എന്ത് പ്രതീക്ഷയാണ്? അവന് മകനെ കുറിച്ച് എന്ത് പ്രതീക്ഷയാണ്? അല്ലേ? നിങ്ങൾ ആലോചിക്ക്. മമ്പാടിലെ ഞാൻ ആളുടെ പേര് പറയാണ്. മമ്പാടിലെ നമ്മുടെ ഒരു സുഹൃത്ത് അബ്ദുസ്സലാം, അദ്ദേഹത്തിന്റെ മകൻ ഈ മഞ്ചേരിയിൽ വെച്ച് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. 17 വയസ്സേ ഉള്ളൂ. നല്ലൊരു ക്ലാസ് കേട്ട് മടങ്ങുന്ന സമയത്ത് ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടു. എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്നറിയോ? സഹിക്കാനാവില്ല. ഒരു അപ്പക്കൊരു പ്രതീക്ഷ വെച്ച് മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ പെടുന്നനെ അള്ള തിരിച്ചു വിളിക്കുമ്പോൾ പ്രയാസം ഉണ്ടാവും. പക്ഷേ ആ കുട്ടി സലഫിയത്ത് പഠിച്ച കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ കാരണം കൊണ്ട് കാരക്കുന്ന ഭാഗത്ത്, അതേപോലെ തന്നെ മമ്പാട് ഭാഗത്ത്, ഇടവണ്ണ ഭാഗത്തൊക്കെ അവന്റെ കൂട്ടുകാരന്മാര് പറയാ, ഞാൻ ഈ റൂട്ടിലേക്ക് വരാൻ കാരണക്കാരൻ തസ്ലീമാണ്, കാരണക്കാരൻ എന്റെ കൂട്ടുകാരനാണ്. മരിച്ച ദിവസവും അപകടത്തിൽപ്പെട്ട് കിടന്ന ദിവസവും പറഞ്ഞ കുറെ കൂട്ടുകാരന്മാരുണ്ട്. 2-3 സ്ത്രീകൾ ചെന്ന് ആ മരണപ്പെട്ട് കിടക്കുന്ന കുട്ടിയുടെ ഉമ്മയോട് സംസാരിക്കുമ്പോ ഉമ്മ പറയുന്നത്, നമ്മുടെ സംഘടനയിൽ ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, വെറുതെ ശിർക്കാരോപണം നടത്തുന്നവരുണ്ടല്ലോ, വെറുതെ ശിർക്കാരോപിക്കുന്നവരുണ്ടല്ലോ, ശിർക്ക് ചെയ്യാത്ത ആളുകളെ ശിർക്കാരോപിച്ച ശിർക്കിലേക്ക് തിരിച്ചു വരുമല്ലോ. ഓൻ എന്താണ് ജിന്ന് എന്നും എന്താ ശൈത്താനെന്നും ചെറിയ പ്രായത്തിൽ തന്നെ എന്താണ് യാ ഇബാദല്ലാഹ് എന്നും എന്താണ് മരുഭൂമി എന്നും എന്നൊക്കെ ശരിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അല്ലാഹ് നമ്മുടെ കൂട്ടത്തിലെ പലരെയും തെറ്റിച്ചു കളഞ്ഞതുപോലെ തെറ്റിക്കുന്നതിന് മുമ്പ് തിരിച്ചു വിളിച്ചത് ഖൈറിന് വേണ്ടിയായിരിക്കും എന്ന് പറഞ്ഞ ഉമ്മ വല്ലാത്ത ഈമാനായിരുന്നു വർത്തമാനം. ഞാൻ അതേ വാക്ക് ആവർത്തിച്ചതാണ് കേട്ടോ. ചിലപ്പോ തിരിച്ചു വിളിച്ചത് എനിക്ക് എന്റെ 17 വയസ്സുള്ള മകൻ പഠിപ്പിച്ചു തന്നിരുന്നു, ഇന്നതാണമ്മ അതിന്റെ സത്യം, ഇന്നതാണമ്മ അതിന്റെ ഹക്ക് എന്ന് എന്റെ മകൻ എന്നോട് പറഞ്ഞു തന്നിരുന്നു. ഒരുപക്ഷേ ഉറച്ചു നിൽക്കുന്ന വിശ്വാസത്തിൽ ഒരു ക്ലാസ് കേൾക്കാൻ പോയി ഒന്നുകൂടി മനസ്സുറപ്പിച്ച് തിരിച്ചു വരുമ്പോ അള്ള തിരിച്ചു വിളിച്ചത് ഖൈറിന് വേണ്ടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ അള്ളാഹിനെ മറന്നൊന്നും പറയില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യയെയും ആ കുട്ടിയുടെ ഉമ്മയെയും ഞാൻ ഈ സദസ്സിൽ വെച്ച് വല്ലാതെ ഓർത്തു പോവുകയാണ്. ശരി, അതൊക്കെ ഒരു ഈമാൻ അള്ള നൽകുന്നതാണ്. അള്ളാഹു നമുക്കൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഈമാൻ, കരുത്തുറ്റ ഈമാൻ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ പറഞ്ഞതെന്താ? ഇപ്പൊ അവസാനം പറഞ്ഞ ഹദീസ് എന്താണ്? മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. എന്ത് വന്നാലും അവന് ഖൈറാണ്. ഒരു ലറാ വന്നാലും ഒരു സറാ വന്നാലും ക്ഷമിച്ചാൽ കൂലി കിട്ടി, സന്തോഷിച്ചിട്ട് അള്ളാഹുവിന് നന്ദി കാണിച്ചാൽ അപ്പോഴും കൂലി കിട്ടി.
യാസിർ കുടുംബമേ ക്ഷമിച്ചോ, യാസിർ കുടുംബമേ ക്ഷമിച്ചോ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗമാണ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പന മരത്തിൽ യാസിറിനെ കെട്ടിയിട്ടു, മറ്റൊരു ഈത്തപ്പന മരത്തിൽ അമ്മാറിനെ കെട്ടിയിട്ടു, മറ്റൊരു ഈത്തപ്പന മരത്തിൽ എന്ന് ചരിത്രം പറയുന്നു, അല്ല നിലത്തേക്ക് തള്ളിയിട്ടു എന്നും ചരിത്രത്തിൽ പറയുന്നു. ആവട്ടെ, ശരീരത്തിൽ നിന്ന്, എന്റെ ശരീരത്തിൽ നിന്ന് ഈ ഉടുതുണി നിങ്ങൾ നീക്കരുതെന്ന് അവരോട് അപേക്ഷിച്ചു നോക്കി, റിക്വസ്റ്റ് ചെയ്തു. ദാ എന്റെ ഉടുതുണി നിങ്ങൾ ശരീരത്തിൽ നിന്ന് വലിച്ചു കീറി കളയരുത്. ആളുകൾ നടന്നു പോകുന്ന വഴിയോരമാണിത്, നിങ്ങൾക്ക് എന്നെ ആക്രമിക്കാം, പക്ഷെ എന്റെ ശരീരത്തിൽ നിന്ന്, എന്റെ മാറിടത്തിൽ നിന്ന് കുപ്പായം വലിച്ചു കീറി കളയരുതെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, അത് ശത്രുക്കൾ കേട്ടില്ല. ചുട്ടുപടുത്ത കമ്പി കൊണ്ടുവന്ന് കെട്ടിയിട്ട അമ്മാറിന്റെ മുമ്പിലിട്ട്, കെട്ടിയിട്ട് ആ യാസിറിന്റെ മുമ്പിലിട്ട്, പ്രിയപ്പെട്ടവരെ, ചുട്ടുപടുത്ത കമ്പി നാഭിയുടെ കുത്തിക്കയറ്റി ആ കമ്പി അല്പസമയം വേദനിപ്പിച്ച് ഊരിയെടുത്ത് മാറ്റി പറഞ്ഞോ ചരിത്രം പറയുകയാണ്. ഇത് പ്രസംഗത്തിന് മാധുര്യം കൂട്ടാൻ വേണ്ടി പറയുകയല്ല. യാസിറും അമ്മാറും കെട്ടിയിട്ട് ഇടപെട്ട ആ മരത്തിൽ നിന്ന് തലകൊണ്ട് ആംഗ്യം കാണിച്ചു അത്രേ. ഇല്ല, മാറ്റിപ്പറയരുത് എന്ന് തലകൊണ്ട് ആംഗ്യം കാണിച്ചു കൊടുത്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശത്രുക്കൾ ചുട്ടുപടുത്ത കമ്പി നാഭിയുടെ കുത്തിക്കയറ്റി എല്ലുകളെ തള്ളി മാറ്റി, ആ മാംസത്തെ വേവിച്ച് കുടൽമാലകളെ വെന്തുരുക്കി, ആ കമ്പി മറുഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട് ചോര വാർന്നൊലിച്ച് പിടഞ്ഞു മരിക്കുമ്പോ ആ ശബ്ദം അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് പതുക്കെയായി ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ഓർക്കണേ സലഫികളെ, നമ്മുടെ മുമ്പിലുള്ള ഈമാനിന്റെ പവർ ഓർക്കണ്ടേ. എവിടെയും പ്രശ്നങ്ങളാവാം, എവിടെയും പ്രതിസന്ധികളാവാം. സത്യമറിഞ്ഞിട്ടും സത്യത്തിന് വേണ്ടി സംസാരിക്കേണ്ടവർ നിഫാഖ് ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്ത് മറ്റൊന്ന് പറയുന്ന ദയനീയമായ രംഗം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരെ പേടിക്കുന്നു ദായിമാരെ, ആരെ പേടിക്കുന്നു പ്രബോധകന്മാരെ, ആരെ പേടിക്കുന്നു പണ്ഡിതന്മാരെ, ആരെ പേടിക്കുന്നു സാധാരണക്കാരെ? അല്ലാഹുവിന്റെ ദീൻ ഉറക്കെ പറയാൻ, അല്ലാഹുവിന്റെ ദീൻ ഉച്ചത്തിൽ പറയാൻ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ ആരെ പേടിക്കുന്നു നമ്മൾ? ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇടണം, അല്ലേ? നമ്മുടെ റിസ്ക് അല്ലാഹ് നിശ്ചയിച്ചതാ എന്ന് ജനിച്ചു വലുതായി സ്ഥാനം കിട്ടിയിട്ടല്ല, ജനിച്ചു വലുതായി ജോലി കിട്ടിയിട്ടല്ല, ജനിച്ചു വലുതായി മറ്റൊരുത്തവന്റെ കൂട്ടുകാരനായി മാറിയിട്ടല്ല. മാതാവിന്റെ ഗർഭപാത്രത്തിൽ 4ാമത്തെ മാസം കിടക്കവേ, മാതാവിന്റെ ഗർഭപാത്രത്തിൽ 4ാമത്തെ മാസമാകവേ അല്ലാഹ് തീരുമാനിച്ചതാ, ഇവൻ സഈദായി മരിക്കുമോ, ഇവൻ ശഖിയായി മരിക്കുമോ? 1. 2, ഇവന്റെ റിസ്ക് എന്താകും? 3, ഇവന്റെ ആയുസ് എത്രയാണ്? അല്ലേ? 4ാമത്തെ മാസമാകവേ അല്ലാഹ് തീരുമാനിക്കുന്നതാ. പിന്നെ തട്ടിമാറ്റാനാകുമോ? ഇല്ല. പിന്നെ നമ്മൾ ആരെ പേടിക്കണം, ആരെ ഭയപ്പെടണം, ആർക്ക് വേണ്ടി മൂടി വെക്കണം, ആർക്ക് വേണ്ടി പതുക്കെ പറയണം, ആർക്ക് വേണ്ടി ചാഞ്ഞു കൊടുക്കണം? ആലോചിക്കണേ. സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്ക് കേൾപ്പും ആരോഗ്യവും കരുത്തും മനഃശക്തിയും ഇൽമും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സാന്ദർഭികമായി ചില കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ, ഓർക്കുക. അപ്പൊ പരീക്ഷണങ്ങളുടെ തീച്ചൂള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഞാൻ അവിടേക്ക് പോകുന്നില്ല. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന രംഗം. പരീക്ഷണം ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന്. നമ്മളൊക്കെ നല്ല സെലഫികളാണെന്ന് നമ്മൾ വിചാരിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരുമില്ലാത്ത ആ രംഗം ഓർക്കണം. ഉമർ മൗലവിയുടെ ഓർമ്മയുടെ തീരത്ത് എന്ന പുസ്തകത്തിന്റെ പേജ് 163 എന്നെ ഓർമ്മ കേട്ടോ. 163 എന്നെ ഓർമ്മ ശരിയാണെങ്കിൽ ആവട്ടെ. തിരുവനന്തപുരത്ത് നിന്ന് തിരൂരങ്ങാടിയിലേക്ക് നടക്കുന്ന വാർത്ത, തിരുവനന്തപുരത്ത് നിന്ന് തിരൂരങ്ങാടിയിലേക്ക് നടക്കുന്ന വാർത്ത, ഓരോ പ്രദേശങ്ങൾ താണ്ടിക്കടക്കുന്നത്, ഓരോ പ്രദേശത്തു കൂടി നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മകൾ അത്രത്തോളം ഭീതി തോന്നിയ ഒരു ദിവസം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല എന്ന് ഉമർ മൗലവി പറയുന്നത്. അവസാനം തിരൂരങ്ങാടിയിലെത്തി KM മൗലവിയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയുന്ന പ്രബോധനത്തിലെ കണ്ണീരോടുകൂടി വായിക്കാൻ പറ്റുന്ന ഓർമ്മയുടെ തീരത്ത് എന്ന പുസ്തകത്തിലൂടെ ചില ഓർമ്മകളെ പേജുകൾ പിറകോട്ട്
മറിച്ച് നമ്മൾ ഓർത്തെടുക്കുമ്പോൾ കാണുന്ന വല്ലാത്ത രംഗം ഉണ്ടല്ലോ. അങ്ങനെ ഒരു ചരിത്രം പറയാൻ ചില ആളുകൾക്ക് ഉമർ മൗലവിയുടെ ചരിത്രം ഇന്ന് പറയാൻ മനസ്സ് വരുന്നില്ല. അദ്ദേഹത്തിന്റെ മാസിക വായിച്ചു കേൾപ്പിക്കാൻ മനസ്സ് വരുന്നില്ല. പ്രബോധന മാർഗത്തിൽ കേരളത്തിന്റെ മണ്ണിൽ ഈ മലയാളി കൈരളിക്ക് മുന്നിൽ പച്ചയായി ഉജ്ജ്വലമായി തൗഹീദ് പറയുകയും ആരെയും പേടിക്കാതെ കൂസാതെ എല്ലാ പരീക്ഷണങ്ങളും റബ്ബേ ഞാൻ ഇതിൽ ബലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രബോധനത്തിന്റെ രംഗങ്ങളിൽ കണ്ട തീച്ചൂളകളുടെ കടന്നുപോയി പ്രതിസന്ധികളെ മാറ്റി നിർത്തി പ്രതികൂല സാഹചര്യങ്ങൾ അവഗണിച്ച് മതിൽക്കെട്ടുകളെ എടുത്തു ചാടി പ്രബോധനത്തിന്റെ മാർഗത്തിൽ ആർക്കും തടഞ്ഞു നിർത്താനാവാതെ അതിവേഗത്തിൽ അതിശീഘ്രം മുന്നോട്ട് പോയ ആ ഉമർ മൗലവി അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതൊരു രസമായി അവതരിപ്പിക്കേണ്ട ഒന്നല്ല, ഓർക്കണം. ശരി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാരുമില്ലാത്ത മക്കയുടെ ആരാരുമില്ലാത്ത മണൽക്കാട്, ചീവീടുകളുടെ ശബ്ദമില്ല, പക്ഷികളുടെ ശബ്ദമില്ല, ഒച്ചപ്പാടുകളില്ല, പച്ചപ്പില്ല, ഒരു മരീചിക പോലുമില്ല. അവിടെ ഉണ്ടെന്ന് തോന്നണ ഒരു സന്ദർഭം പോലും തോന്നുന്നില്ല. അവിടെ കൊണ്ടുപോയി ആക്കി തിരിച്ചു പോരുമ്പോ എന്താ ഭാര്യ ചോദിച്ചത്? കുറെ ചോദിച്ചു, വിളിച്ചു, മിണ്ടുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ അല്ലാഹു അമറക്, ഓ ഇബ്രാഹിം, അല്ലാഹ് കൽപ്പിച്ചതാണോ നിങ്ങളോട് ഇത് എന്ന് പറഞ്ഞപ്പോ നഅം എന്ന് തിരിഞ്ഞു മറുപടി കൊടുത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകന് വേണ്ടി മക്കൾക്ക് വേണ്ടി വല്ലാതെ പ്രാർത്ഥിച്ചു. ഇതൊരു പരീക്ഷണമായിരുന്നു. ഇതെല്ലാ സമയത്തും കേൾക്കുന്നതാണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരായത്തിന്റെ ആ ഭാഗം ഇങ്ങനെ ഓർക്കുന്നത് നല്ലതാ. എന്താണത്? മോനെ, യാ ബുനയ്യ, എന്റെ പൊന്നാര മോനെ, ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹു ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ ഞാൻ ഉറക്കത്തിൽ കണ്ടത് നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയറുക്കണമെന്നാണ് മോനെ. നിന്റെ അഭിപ്രായം എന്താണ് മോനെ? തൗഹീദ് ഉറച്ച ഏറ്റവും നല്ല പ്രബോധകനായി നിന്ന അബുൽ അംബിയാ, അംബിയാക്കന്മാരുടെ കൂട്ടത്തിൽ അംബിയാക്കന്മാരുടെ പിതാവായി പരിചയപ്പെടുത്തുന്ന ഖലീലുല്ലാഹ്, അള്ളാന്റെ കൂട്ടുകാരനായി പരിചയപ്പെടുത്തുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് ചോദിക്കുക, ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹ് ഫൻദുർ മാദാ തറാ. മോനെ, നിന്റെ അഭിപ്രായം എന്താണ്? നിന്നെ അറുക്കണമെന്നാണ് ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ളത്. യാ ബത്തിഫ് അൽ മാതു ഉമർ സതജ്ദുനി ഇൻഷാ അല്ലാഹ് മിനസ് സ്വാബിരീൻ. നിങ്ങളോട് അല്ലാഹ് എന്ത് പറഞ്ഞു അത് ചെയ്തോളൂ. പക്ഷേ ഉമ്മാന്റെ അടുത്ത് കുറച്ച് ദൂരത്തേക്ക് കൊണ്ടുപോകണം. ഉമ്മാനെ കണ്ടിട്ട് എന്നെ നിങ്ങൾക്ക് അറുക്കാൻ പറ്റില്ല. കത്തിക്ക് നല്ല മൂർച്ച കൂട്ടണം. കുറെ സമയം ഇങ്ങനെ മുറിക്കേണ്ടി വന്ന ഒരുപക്ഷെ നിങ്ങൾ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോകും. എന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ എന്നെ അറുക്കരുത്, നിങ്ങൾ പരീക്ഷണത്തിൽ തോറ്റുപോകും. അതുകൊണ്ട് തന്നെ ചെരിച്ചു കിടത്തണം, ദൂരേക്ക് കൊണ്ടുപോകണം, കത്തിക്ക് മൂർച്ച കൂട്ടണം എന്നതല്ലാതെ ആ മകൻ മറുപടി പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ എന്റെ മക്കളൊക്കെ ഒന്ന് ഓർക്കങ്ങളെ, ഞാനുണ്ട മക്കളും നിങ്ങളും നിങ്ങളെ മക്കളും ഓർക്കുക. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കാൻ നേരത്ത്, ഞാൻ അങ്ങോട്ട് ആയത്തിലേക്ക് തന്നെ പ്രവേശിക്കില്ല, ഒറ്റ വാക്ക് പറയാം. മരിക്കാൻ നേരത്ത് എല്ലാരും വിളിച്ചിട്ട് ചോദിച്ചില്ലേ നിങ്ങൾ ആരെയാണ് ആരാധിക്കാൻ? മരിക്കാൻ നേരത്തെ വിളിച്ചിട്ട് ചോദിച്ചില്ലേ നിങ്ങൾ ആരെയാണ് ആരാധിക്കാൻ? അല്ലെ? എല്ലാരും ഉറപ്പെടുത്തു. ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, ആരാണ് അവരുടെ റബ്ബ്? ആ റബ്ബിനെ ഞങ്ങൾ ആരാധിക്കുള്ളൂ. വാപ്പാ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി മനസ്സുറപ്പിച്ച് ഞങ്ങളെ കുറിച്ച് വിശ്വസിക്കാം, ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കും. അല്ലേ? ഇവിടെ ഇരിക്കുന്ന മുജാഹിദുകളെ, സലഫികളെ ഓർക്കുക. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും മകൻ അടുത്തേക്ക് വിളിച്ച് ചോദിച്ചോ? മകളടുത്തേക്ക് വിളിച്ച് ചോദിച്ചോ? നമ്മള് എന്നെക്കാൾ ഹൈറ്റുള്ള എന്റെ മകനെ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ ചോദിച്ചോ, മോനെ ആരെയായിരിക്കും മോനെ ഞാൻ പെട്ടെന്ന് മരിച്ചു പോയാൽ? നീയാണോ ഞാനാണോ ആദ്യം മരിക്കുന്നറിയില്ല. ഞാനാണ് ആദ്യം മരിച്ചു പോകുന്നതെങ്കിൽ എന്റെ കാലശേഷം മോനെ, നീ മൂത്ത മോനല്ലടാ, നീ മൂത്ത മോളല്ലേ? അനിയത്തിമാർക്ക്, അനിയന്മാർക്ക് ദിശാബോധം കാട്ടിക്കൊടുത്തുകൊണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വെളിച്ചം കാണിച്ചു കൊടുത്തുകൊണ്ട്, ഹിദായത്ത് നൽകേണ്ടത് റബ്ബാണെങ്കിലും അതിൽ ഉറപ്പിച്ചു നിർത്താനുള്ള വടിയൊരുക്കി കൊടുത്തുകൊണ്ട്, മോനെ നീ അള്ളാഹനെ മാത്രം ആരാധിച്ച് ഇവർക്ക് താങ്ങായിട്ടുണ്ടാവില്ല മോനെ എന്ന് കേന്നമുകാരെ ചോദിച്ച നമ്മൾ നമ്മളെ മക്കളോട്, ചേട്ടന്മാരെ ചോദിച്ച നമ്മൾ നമ്മുടെ അനിയന്മാരോട്, ഉമ്മമാരെ ചോദിച്ച നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഇല്ല, അല്ലേ? ഇല്ലല്ലോ.
ചോദിച്ചിട്ടില്ല. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു. കാരണം മക്കള് പരീക്ഷണാണ്, ഭാര്യ പരീക്ഷണാണ്, ഭാര്യമാരിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകും. അല്ലാഹ് പറഞ്ഞതാ, ഭാര്യമാരിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവും. ഭാര്യമാരിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവും, മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവും. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. മക്കളും സമ്പത്തും നിങ്ങൾക്ക് പരീക്ഷണമാണ്, പരീക്ഷണാണ്. റബ്ബിന്റെ മിന്നത്താണത്, അനുഗ്രഹമാണ്, നിഅമത്താണത്. പക്ഷെ അത് പരീക്ഷണമായി വരും. ഓർക്കണ്ടേ? ഓർക്കണം. ഓർത്തിട്ടുണ്ടോ? ഓർക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അപ്പോ ഓരോ പ്രവാചകന്മാരെ കുറിച്ച് ഓർക്കുക. അതിന് ഒന്ന് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഓരോ നബിമാരെ കുറിച്ച് ഓർക്കുക. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കുക, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കുക. പിന്നെ വലിയ രാജകീയ സുഖത്തോടു കൂടി ജീവിക്കുന്ന കൊട്ടാരത്തിലെ റാംസസ് രണ്ടാമൻ, ഫിറൗൻ രാജകുടുംബത്തിലെ രണ്ടാമൻ, അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് ഓർക്കുക. ചാട്ടവാറടികൾ ഏറ്റുവാങ്ങാൻ അവസ്ഥ ഉണ്ടായത് എന്തിന്? എല്ലാ സൗകര്യങ്ങളും കിട്ടിയിട്ട് വേണ്ടെന്ന് വെച്ചതെന്തിന്? ഓർക്കണം. അപ്പോ ദുഷ്ടനായ, ധിക്കാരിയായ, അഹങ്കാരിയായ, കിബറിന്റെ ഉടമയായ, പൊങ്ങച്ചക്കാരനായ വലിയൊരു രാജാവിന്റെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഒരു പെണ്ണിനും മുഅ്മിനത്തായി, മുസ്ലിമത്തായി പിടിച്ചു നിൽക്കാനാകുമെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും പറയാണ് നന്നാകണമെന്നുണ്ട്, പക്ഷേ പരീക്ഷണങ്ങളൊക്കെ നല്ല രൂപത്തില് തരണം ചെയ്യണമെന്നുണ്ട്. പക്ഷെ പിടിച്ചു നിൽക്കാനാവണില്ല. എന്റെ കുടുംബം അങ്ങനെയാണ്, എന്റെ നാടെങ്ങനെയാണ്. അല്ലാഹ് പറയാ, അർളുല്ലാഹി വാസിഅ, അള്ളാന്റെ ഭൂമി വിശാലാണ്, പോയിക്കൂടെ നിങ്ങൾക്ക്. നല്ലൊരു സ്ഥലത്ത് നിൽക്കണം, അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ശരിക്കൊരു മുഅ്മിനായിട്ട് ജീവിക്കാൻ ഈ സ്ഥലത്ത് നിന്നാ നടക്കൂല കേട്ടോ. ഈ കോളേജിന്റെ അടുത്ത് നിന്നാ നടക്കൂല, ഈ ക്യാമ്പസിന്റെ അടുത്ത് നിന്നാ നടക്കൂല, ഇതിന്റെ അടുത്ത് നിന്നാ നടക്കൂല. ഇവിടെ ഞാൻ 10-20 കൊല്ലായി ഇവിടെ തന്നെ താമസം. അല്ലാഹ് പറയാണ്, പോയിക്കടോ, അർളുല്ലാഹി വാസിഅ, അള്ളാന്റെ ഭൂമി വിശാലമല്ലേ, ഇവിടെ തന്നെ പിടിച്ച് കടിച്ചു തൂങ്ങി നിൽക്കാൻ ആരാ പറഞ്ഞത് എന്ന് മരിക്കുന്ന നേരത്ത് മലക്കുകൾ ചോദിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ് നമ്മോട് സംസാരിക്കുന്നത്. അപ്പോ ഫിത്ന ഉണ്ടാവുകയാണ് സലഫിയത്തിൽ ജീവിച്ചു പോകാൻ. ആ ചുറ്റുപാട് പറ്റ മോശാണെങ്കിൽ നല്ല ചുറ്റുപാടിലേക്ക് നീങ്ങിക്കോ. ഏതാണ് നല്ല ചുറ്റുപാട്? നല്ല ഇൽമു കിട്ടുന്ന ചുറ്റുപാട്. ഖിയാമത്ത് നാളിന്റെ അടയാളം എന്താ? അയ്യുർഫഅൽ ഇൽമു, ഇൽമു ഉയർത്തപ്പെടും. ഖിയാമത്ത് നാളിന്റെ അടയാളം എന്താണ്? ഒന്ന്, അയ്യുർഫഅൽ ഇൽമു. ഓർഡർ പ്രകാരം ഒന്നല്ല, അടയാളങ്ങളിൽ ഒന്ന് എന്ന നിലയ്ക്ക് എണ്ണിയ ഒന്ന് ഏതാണ്? അയ്യുർഫഅൽ ഇൽമു, ഇൽമു ഉയർത്തപ്പെടും. സഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് നബിയേ ഇൽമു ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചപ്പോ, പണ്ഡിതന്മാരെ പെട്ടെന്ന് അല്ലാഹു പിടികൂടും. പണ്ഡിതന്മാരല്ല, പെടുന്നനെ പിടികൂടും. നല്ല നല്ല പണ്ഡിതന്മാരല്ല, വേഗത്തിൽ മരിപ്പിച്ചു കൊണ്ടുപോകും. പിന്നെ ജുഹാലുകൾ പണ്ഡിതന്മാരായി വരും, ജാഹിലീങ്ങൾ പണ്ഡിതന്മാരായി വരും. ലല്ലു, അവർ പിഴച്ചു പോകുക മാത്രമല്ല, പിന്നെയോ വഅളല്ലു, പിഴപ്പിക്കുക കൂടി ചെയ്യും. ആ സമയത്താണ് ആകാശത്തിനു താഴെ ഏറ്റവും വൃത്തികെട്ടവന്മാർ പണ്ഡിതന്മാരായി മാറുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ പ്രസ്ഥാനത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ നേതാക്കന്മാരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കണം നമ്മൾ. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാ. അധികാരത്തിൽ വരുന്നവർ പണക്കാരും തെമ്മാടികളുമാകും. അവരെ നിങ്ങൾ അനുസരിക്കുന്നത് പേടി കൊണ്ട് മാത്രമാകുന്ന ഒരു കാലം വരും. ഓനതിന് യോഗ്യനല്ല എന്ന് എല്ലാവർക്കും അറിയാം, അവൻ അതിന് യോഗ്യനല്ല എന്ന് എല്ലാവരും പറയും. പക്ഷേ പറയാൻ എല്ലാവർക്കും പേടിയായിരിക്കും. അങ്ങനെ ഒരു കാലം വരുമെന്ന് ഞാനല്ല പറഞ്ഞത്, ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓനന് യോഗ്യനല്ല, ബനന് യോഗ്യനല്ല, ആ ചങ്ങാതിന് യോഗ്യനല്ല എന്ന് എല്ലാരും പറയും. പക്ഷെ തുറന്ന് മുഖത്തോക്കി പറയാൻ ആരുമില്ലാത്ത കാലം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു കാലമാണ് അത്. ഖിയാമത്ത് അടയാളാണ്. കള്ളുടിയന്മാരും തമ്മാടികളും മോശപ്പെട്ടവരും വൃത്തികെട്ടവന്മാരും ഒക്കെ സമുദായത്തെ നയിക്കുന്ന അവസ്ഥയിലേക്ക് ഖിയാമത്ത് നാൾ അടുക്കുന്ന സമയത്ത് വരുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളോട് എനിക്ക് വളരെ വിനയത്തോടു കൂടി ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, പിടിച്ചു നിൽക്കാൻ പറ്റണം. എവിടെ? ഇൽമ നേടുക എന്നതാണ് പിടിച്ചു നിൽക്കുക എന്നുള്ളതിന് നാം തേടി പിടിക്കേണ്ട ഒരു മാർഗം. അത് കിട്ടാവുന്ന സ്ഥലത്തേക്ക്. ആദ്യം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്
ഇൽമുണ്ടാവുക എന്നുള്ളതാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആളുകൾ വേഗം അതിനുള്ള പരിഹാരം അന്വേഷിക്കുന്നത് എന്തിലാണോ? ഇൽമിലാകണം. ഓനെന്താ പറയുന്നതല്ല, ഇവനെന്താ പറയുന്നതല്ല, അവനെന്താ പറയുന്നതല്ല. ജീവിതത്തിൽ വരുന്ന ഒരു പരീക്ഷണാണിത്. ഇപ്പൊ നമ്മുടെ സംഘടനയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പരീക്ഷണമാണ്. നമ്മെ പരീക്ഷിച്ച് അല്ലാഹു ഉറപ്പുവരുത്തുകയാണ്. എന്ത്? സത്യത്തിന്റെ കൂടെ നിലകൊള്ളാൻ. ഒരു പരീക്ഷണാട്ടോ, ഞാൻ അങ്ങോട്ടൊന്നും പ്രവേശിക്കുന്നില്ല. അതൊരു കടുത്ത പരീക്ഷണാണ്. ആ പരീക്ഷണത്തിൽ പരിഹാരമാർഗം എന്താ? പരിഹാരമാർഗം എന്താ? വ്യക്തിപ്രഭാവത്തിൽ അഭയം തേടലാണോ? അല്ല. തഖ്ലീദ് ചെയ്യലാണോ? അല്ല. 72 സെന്റിമീറ്റർ നീളമുള്ള മുടിക്കെട്ടിൽ നിന്നൊരു മുടി കൊണ്ടുവന്നത് നബിയുടെ മുടിയെന്ന് പറഞ്ഞപ്പോ തക്ബീർ ചൊല്ലിയവരെ പോലെ അന്ധമായി അനുകരിക്കുന്നവരായി മാറലാണോ? അല്ല. തെളിവെവിടെ? ചോദിക്കണം. എവിടെയാണത് പറഞ്ഞത്? ഇമാം ബുഖാരി ധരിച്ചിട്ടുണ്ടോ? ഇമാം മുസ്ലിം ധരിച്ചിട്ടുണ്ടോ? ഇമാം തുർമുദി ധരിച്ചിട്ടുണ്ടോ? ഇമാം നസായി ധരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു സുനനിലുണ്ടോ? എവിടെയാണത് വന്നത്? അന്വേഷിച്ച് കണ്ടെത്തി പഠിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉറപ്പം കൊണ്ട് കിട്ടിയ പിന്നെ പ്രശ്നമല്ല. കാരണം ആദ്യ രാത്രി ഭാര്യനെ വിട്ടുപോയ സഹാബി ഉണ്ട്. ആരാ? ആദ്യ രാത്രി ഭാര്യനെ വിട്ടുപോയ സഹാബി ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് ഓടി വന്നിട്ട് നാഫഖ എന്ന് പറഞ്ഞ സഹാബിയില്ലേ, ആരാണത്? നാഫഖ ഹൻദല. ഞാൻ ഹൻദല പറയാണ്, ഹൻദല മുനാഫിക്കായി. എന്താ പറയാൻ കാരണം? ഈ നാഫഖ ഹൻദല എന്ന് പറയുന്ന ഭാഗത്തെ പരിശോധിച്ചാൽ കാണാം, അന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഈമാൻ യസീദു വയൻഖുസു എന്ന് തുടങ്ങുന്ന സംഭവം സഹാബത്തിനെ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇമാം മുസ്ലിമിലൊക്കെ അങ്ങനെ അധ്യായം തന്നെ കൊടുത്തത് നമുക്ക് വായിക്കാൻ പറ്റും. എന്ത്? ഈമാൻ വർദ്ധിക്കുകയും ഈമാൻ കുറയുകയും ചെയ്യും. ചില പ്രസംഗങ്ങളും ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോ രോമൊക്കെ അങ്ങനെ എടുത്തു പിടിച്ച് ഈമാന് നല്ല വർധനവുണ്ടാവും കേട്ടോ, ഉണ്ടാവും. പിന്നെ അങ്ങാടിക്കും മാർക്കറ്റിക്കൊക്കെ അങ്ങനെ ഇറങ്ങിയാലോ ഈമാൻ ഇങ്ങനെ ചോരാൻ തുടങ്ങും. അതുകൊണ്ട് റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളാണ്, അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ഥലം അങ്ങാടികളാണ്. അവിടെ പോയി വെറുതെ ഇരിക്കാൻ പാടില്ല. ഈ സഹാബി ചരിത്രം നിങ്ങളും ഞാനും വായിച്ചത് ശരിയാണെങ്കിൽ ആ സഹാബിയാണ് ആദ്യ രാത്രിയിൽ ഭാര്യയുടെ കൂടെ അല്പസമയം താമസിച്ച് സ്ഥലം വിട്ടത്. എങ്ങോട്ട്? യുദ്ധഭൂമിയിലേക്ക്. ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുക. പ്ലേഗോ വസൂരിയോ പോലെയുള്ള രോഗം വന്ന് ബിലാൽ റളിയല്ലാഹു അസ്വസ്ഥനായി കിടക്കുമ്പോ ബിലാലിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഭാര്യ പറഞ്ഞു, എന്താ? വഹസന, എന്തൊരു കട്ടമാണ്, എന്തൊരു ദുഃഖമാണ്, എന്തൊരു പ്രയാസമാണിത് എന്ന് ബിലാലിന്റെ ഭാര്യ പറഞ്ഞപ്പോ ബിലാൽ പറഞ്ഞു, ഏയ് പറയാൻ പാടില്ല. ഭാര്യനോട് ബിലാൽ പറയാ, കൂലി നീ പറയടോ, നീ പറയ്. എന്ത്? വാത്വറബാ, എന്തൊരു മംഗളമാണ്, എന്തൊരു മംഗളം. എന്താണ് തൂബ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? വെൽക്കം, മംഗളം, സ്വാഗതം. അങ്ങനെ നീ പറ. ഞാൻ കണ്ടുമുട്ടാൻ പോവുകയാണ്, ഞങ്ങൾ കണ്ടുമുട്ടാൻ പോവുകയാണ് ഞങ്ങളുടെ പ്രിയങ്കരന്മാരെ. നാളെ ആരെ കാണാൻ പോകുന്ന? നാളെ മുഹമ്മദ് നബിയെയും മുഹമ്മദ് നബിയുടെ സഹാബത്തിനെയും കണ്ടുമുട്ടാനുള്ള ഗദൻ നാളെ വരാൻ പോവുകയാണ്. അത് ഓർത്തിട്ട് എനിക്ക് സന്തോഷമാണ് തോന്നുന്നത്. നീ ദുഃഖമേ എന്ന് പറയല്ലേ. പിന്നെ മംഗളം ഞാൻ ഓർക്കുകയാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തിനെയും കാണാൻ പറ്റുന്ന ഒരു നാളെ കുറിച്ച് ഞാൻ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറയുന്ന ഭാഗം ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ പറ്റും. എന്താ കാരണം? മനസ്സ് സന്തോഷിച്ച് നിൽക്കുകയാണ്. നല്ല കാര്യം ചെയ്ത് ഒരു കുളിർമ മനസ്സിലുണ്ട്, ഒരു സന്തോഷം മനസ്സിലുണ്ട്, ഒരു വല്ലാത്ത ഒരു ആശ്വാസം മനസ്സിന് തോന്നുന്നുണ്ട് ഉണ്ടല്ലോ. ശരി, ഹൻദല ആദ്യ രാത്രി വിട്ടോടി. ഭാര്യയോട് പറഞ്ഞു, സ്വർഗല്ലേ നമുക്ക് വലുത്? അതെ, സ്വർഗാണ്. പോയി യുദ്ധത്തിൽ പങ്കെടുത്തു. ചുരുക്കി പറയാ, യുദ്ധത്തിൽ പങ്കെടുത്തു, മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൻദലയുടെ ഭാര്യയെ കണ്ടപ്പോൾ പറഞ്ഞ എന്താ അറിയോ? യുദ്ധക്കളത്തിൽ മരിച്ചു വീണവരെ ആരെയും മലക്കുകൾ കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടില്ല, നിന്റെ ഭർത്താവിനെ മാത്രമാണ് കുളിപ്പിച്ചത് മലക്കുകൾ. എന്താണ് കാരണം? കരഞ്ഞുകൊണ്ട് ഹൻദലയുടെ ഭാര്യ പറഞ്ഞു, നബിയേ സത്യമാകുമത്.
കാരണം എന്റെ ഭർത്താവ് വലിയ ശുദ്ധിക്കാരനായിരുന്നു, ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. കുളിക്കാൻ സമയം കിട്ടിയിട്ടില്ല പ്രവാചകരെ, ശുദ്ധിയാകാൻ സമയം കിട്ടിയിട്ടില്ല നബിയെ. ഓടി യുദ്ധത്തിലെത്താൻ വേണ്ടി ഓടിപ്പുറപ്പെട്ടതാണ്. അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ കൂലി കുറയുമോ നബിയെ? എന്റെ ഭർത്താവിന്റെ സ്വർഗം, ആ പ്രവേശനം നഷ്ടമാകുമോ നബിയെ? വലിയ ശുദ്ധിക്കാരനായി മരിച്ചതുകൊണ്ട് എന്റെ പ്രിയങ്കരനായ ഭർത്താവിന് കൂലി കുറയുമോ എന്ന് ചോദിച്ച് കരയുന്ന ഹൻളലയുടെ ഭാര്യയെ കുറിച്ച് ഓർക്കണം. ആര്? ഇവിടെ ഇരിക്കുന്ന സലഫികളുടെ ഭാര്യമാർ. പുതിയ പശ്ചാത്തലത്തിൽ ഒരു ചെറിയ പ്രശ്നം നമ്മുടെ മകളിലുണ്ടെങ്കിൽ, അത് രാത്രി സമയത്താണെങ്കിൽ ഒന്നും പോയിട്ട് നല്ല വാക്ക് പറഞ്ഞ് പിരിച്ചുവിടണം, നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങളൊന്ന് പോയിക്കോ എന്ന് പറയാൻ നമ്മുടെ ഭാര്യയ്ക്ക് ഈമാൻ ഉണ്ടാകുമോ? നമ്മുടെ ഭാര്യയ്ക്ക് ഈമാൻ ഉണ്ടാകുമോ? അവിടെ പൊളിഞ്ഞ് തകർന്നു വീണാലും ശരി, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കാനല്ലേ അല്ലെ? ഈമാനിന്റെ ദൗർബല്യമേ നമുക്കുണ്ടാവും. ചുട്ടുപടുത്ത കമ്പി നാഭിയുടെ കുത്തിക്കയറ്റി പടഞ്ഞു മരിക്കുമ്പോ അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും കലിമത്തുൽ ഉലിയ പ്രഖ്യാപിച്ച ആ വനിതകളെ കുറിച്ച് ഓർക്കുമ്പോ ഒരു മുട്ടുസൂചി കണ്ണിന് നേരെ ചൂണ്ടി ഒരു പോറലേറ്റാൽ മാറ്റിപ്പറയാവുന്ന ഈമാനെ നമുക്കുണ്ടാവും. അതുകൊണ്ട് കേട്ടോ, ആരുടെ ചരിത്രം? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഫിർഔനിന്റെ ജനതയുടെ ചരിത്രം. പരീക്ഷണമായിരുന്നു അത്. എന്താ സംഭവിച്ചത്? അതിന് മുമ്പത്തെ കഥകളൊന്നും ഞാൻ പറയുന്നില്ല, ആയത്ത് മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. ഖാല ഫിർഔനു ആമൻതും ബിഹി ഖബ്ല അൻ ആദന ലക്കും. ദാ എന്റെ അനുവാദം കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചു കളഞ്ഞുവല്ലേ? ഞാൻ പറയുന്നതിന് മുമ്പ്, എന്റെ പെർമിഷൻ കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചു കളഞ്ഞുവല്ലേ? ഇന്ന ഹാദാ ലമക്റും മകർതുമൂഹു ഫിൽ മദീനതി ലിതുഖ്രിജു മിൻഹാ അഹ്ലഹാ. ഇതൊക്കെ തന്ത്രമാണ്. നിങ്ങളെ ഇവിടുത്തെ ആളുകളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളും ഏർപ്പാടുകളുമാണിത്. ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചു കളഞ്ഞുവല്ലേ? ഫസൗഫ തഅലമൂൻ. നിങ്ങൾക്ക് വടിയെ അറിഞ്ഞുകൊള്ളും. പോരാ, നിർത്തിയില്ല, പിന്നെ ഭീഷണിയായിരുന്നു. അങ്ങനെയാണല്ലോ. ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ധിക്കാരികൾ പിന്നെ ഭീഷണിയായിരിക്കും. ഭീഷണി എന്താ? ലൗഖത്തി അന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ് സുമ്മ ലഉസല്ലിബന്നകും അജ്മഈൻ. നിങ്ങളെ ഞാൻ വലത് കാല് ഇടത് കൈ, ഇടത് കാല് വലത് കൈ, ഇങ്ങനെ ഞാൻ വിഭിന്ന ചേരികളായി നിങ്ങളുടെ കൈയും കാലും ഞാൻ വെട്ടിമുറിച്ച് മാറ്റും. പോരാ, നിങ്ങളെ സർവരെയും ഞാൻ കുരിശിൽ തറക്കും, ക്രൂശിക്കും. ഭീഷണി വന്നു. ഈ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിൽ വിശ്വസിച്ചവർ പറഞ്ഞ മറുപടി, ഖാലു, അവർ പറഞ്ഞ മറുപടി, ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ വമാ തൻഖിമു മിന്നാ ഇല്ലാ അൻ ആമന്നാ ബി ആയാതി റബ്ബിനാ ലമ്മാ ജാഅത്നാ റബ്ബനാ അഫ്രിഖ് അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. അല്ലാഹ്, പടച്ചവനെ, ഞങ്ങളുടെ മേൽ സ്വബറിനെ നീ ചൊരിഞ്ഞു തരണമേ. ഇല്ല ഫിർഔനെ, നിനക്ക് ഞങ്ങളുടെ മേൽ കുറ്റം ചാർത്താൻ പറ്റുന്നത് റബ്ബിൽ വിശ്വസിച്ചു എന്നതല്ലാതെ, അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാതെ മറ്റൊരു കുറ്റവും ഞങ്ങളുടെ മേൽ നിനക്ക് ചാർത്താൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹ്, നിന്നോട് ഞങ്ങൾ പറയട്ടെ. എന്താ പറയുന്നത്? റബ്ബനാ, ഈ പടച്ചവനെ, ഈ പരീക്ഷണ ഘട്ടത്തിൽ, ഈ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ, ഈ ബുദ്ധിമുട്ടിന്റെ ഘട്ടത്തിൽ അഫ്രിഖ് അലൈനാ സബ്റൻ, ഞങ്ങൾക്ക് നീ ക്ഷമ ചൊരിഞ്ഞു തരണമേ നാഥാ. വതവഫനാ മുസ്ലിമീൻ, മുസ്ലിങ്ങളായി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. ഫിർഔനിന്റെ ജനത വിശ്വസിച്ച, അല്ലാഹുവിൽ വിശ്വസിച്ച ജനത പറഞ്ഞു. അക്കൂട്ടത്തിൽ പ്രമാണിമാരെ എഴുന്നേറ്റുന്നു. മൂസനെയും മൂസന്റെ ആളിനെയും വെറുതെ വിട്ടുകൊടുക്കുകയാണോ ഫിർഔനെ എന്ന് ചോദിച്ച് ചൊടി പിടിപ്പിച്ചു. അതാണ് അടുത്ത വചനങ്ങൾ. ആവട്ടെ, ആ സമയത്തും അവർ പറഞ്ഞ വാക്ക്, അല്ലാഹ്, ഞങ്ങൾ ക്ഷമിക്കാൻ റെഡിയാണ് റബ്ബേ, നിന്റെ മാർഗത്തിൽ ഞങ്ങൾക്ക് നീ ക്ഷമ ചൊരിഞ്ഞു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഘട്ടത്തെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, പറഞ്ഞതെന്താ? പരീക്ഷണങ്ങൾ ഇങ്ങനെ വരികയാണ്, നിരന്തരം വരികയാണ്.
കേട്ടോ, നിരന്തരം വരികയാണ്. ഞാനിനി സുദീർഘമായി സംസാരിക്കൂല. ഇൽമ് സുഹൃത്തുക്കളെ ഒരു ഭാഗത്തുണ്ട്, പഠിച്ചവനും പഠിക്കാത്തവനും ഒരുപോലെയല്ല. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ പീഡിക കൊലയിൽ ചർച്ച ചെയ്യരുത്. ഇതൊരു പരീക്ഷണാട്ടോ, തോറ്റുപോകണ്ട, നാവിനെ സൂക്ഷിച്ചോ, പരാജയപ്പെട്ടു പോകണ്ട, ഗീബത്ത് വേണ്ട, ഏഷണി വേണ്ട, വേണ്ട, അപകടമാണ് നമ്മുടെ മുന്നിലേക്ക്. നമ്മൾ ഈ പരീക്ഷണത്തിൽ തോറ്റാൽ കൊച്ചു 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 സംഘങ്ങളിൽ ഏറ്റവും ദുർബലമായ, എങ്ങനെ ആൾബലം കൊണ്ട് ഏറ്റവും ദുർബലമായ, ഈമാനിന്റെ പവർ കൊണ്ട് ഏറ്റവും ശക്തരായ ഒരു ദുർബല സംഘമാണ് നാം. ആണല്ലോ 700 ചില്ലാൻ കോടി ജനങ്ങളിൽ എത്ര സെൽഫികൾ ഉണ്ടാവും? സെൽഫികൾ എന്നറിയപ്പെടുന്ന കൂട്ടത്തിൽ ഉറച്ച സെൽഫികൾ എത്ര ഉണ്ടാവും? ഉറച്ച സെൽഫികളുടെ കൂട്ടത്തിൽ അമല് കൊണ്ട് മുന്നിൽ നിൽക്കുന്ന സെൽഫികൾ എത്ര പേരുണ്ടാവും? ദുർബലമാണ്, ദുർബലമാണ്. മനസ്സിലാണ്ടോ? പരീക്ഷണാണ്. ആ പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ വന്നു നിൽക്കുന്ന സമയത്ത് ഓർത്തോ, ശരിക്ക് നമ്മുടെ മനസ്സുകളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നോ. എന്താ ചെയ്യേണ്ടത്? ഇൽമ്, ശരിക്ക് പ്രമാണം, ഖുർആൻ, സുന്നത്ത്. ഇനിയും നമുക്ക് ഖുർആനും ഹദീസും മൻഹജുസ് സലഫും സലഫിയത്തും മുൻഗാമികളുടെ പാദക്കനുസൃതമായി പഠിക്കാൻ അവസരം കിട്ടാതെ പോയാൽ കൂട്ടരെ ഏറ്റവും വലിയ നഷ്ടക്കാര് നമ്മളായിരിക്കും കേട്ടോ. പടച്ചോത് ഒരു 10 കൊല്ലം കൊണ്ട് സലഫിയത്തിന്റെ പ്രാഥമിക സ്റ്റെപ്പുകൾ പഠിപ്പിച്ച് പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു സമൂഹത്തെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു. ഇനിയോ രണ്ടാമതൊരു ചാൻസ് കൂടി അള്ള തന്നിരിക്കുകയാണ്. പഠിക്കാൻ, ആരോടും വാശി തീർക്കാനല്ല, പഠിക്കാൻ, മനസ്സിലാക്കാൻ. ഇതും ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോയാൽ നഷ്ടകാരികളാവും നമ്മൾ. നമുക്ക് ആരോടും വാശി വേണ്ട, ആരോടും നമുക്ക് വാശി വേണ്ട, ആരോടും നമുക്ക് വിരോധമില്ല. ഇല്ല, ഖൗമ് സ്വയം നന്നാകാൻ തീരുമാനിക്കുന്നത് വരെ അള്ളാഹ് നന്നാക്കുകയില്ല. ആയത്തേതാ? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അവർ സ്വയം നന്നാകാൻ തീരുമാനിക്കുന്നത് വരെ അള്ളാഹു ഒരു ഖൗമിനെയും മാറ്റുകയില്ല. നമ്മൾ തീരുമാനിച്ചോ, എന്റെ ജീവിതം നന്നാക്കണം, എന്റെ സംസാരം നന്നാക്കണം, എന്റെ ജീവിതത്തിന്റെ മുച്ചൂടി രംഗങ്ങളെ നന്നാക്കണം. അല്ല എന്നെ പരീക്ഷിക്കുകയാണ്, അല്ല എന്നെ പരീക്ഷിക്കുകയാണ്. പഠിക്കണം അല്ലാഹുവിന്റെ ദീന്. ഇന്നമാ യഖ്ശല്ലാഹ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഉലമാക്കളായിരിക്കും അല്ലാഹുവിനെ നന്നായി പഠിക്കുക. എന്താണ് ഉലമാ? എന്താണ് ഉലമാ? എന്താണ് ആലിം? ആലിം, ഒറിജിനൽ ആലിമാരാ? ആരാ? വിഷയം പഠിച്ച് അത് അമല് ചെയ്യുന്നവൻ കേട്ടോ. ആലിം എന്ന് പറഞ്ഞാൽ വിഷയം പഠിച്ച് ആ പഠിച്ച ഇൽമിനനുസൃതമായി അൽ അമലു ബിൽ ഇൽമി, കിട്ടിയ ഇൽമനുസരിച്ച് അമല് ചെയ്യുന്നവൻ, അവനാ പണ്ഡിതൻ. ഞാൻ നന്നായി പ്രസംഗിക്കുക, തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് പറയാ, ഞാൻ എന്റെ പ്രസംഗം കേട്ടിട്ട് നിങ്ങളൊക്കെ നിസ്കരിക്കുക, ഞാൻ കുറുക്കം വലിച്ചുറങ്ങുക. മനസ്സിലാണ്ടോ? എന്റെ പ്രസംഗം കേട്ടിട്ട് നിങ്ങളൊക്കെ നിസ്കരിക്കുക, ഞാൻ കൂർക്കം വലിച്ചുറങ്ങുക. ഞാൻ നിങ്ങളോട് പഠിപ്പിക്കുക വിനയം ഉണ്ടാകണം, പക്ഷേ പ്രസംഗത്തിൽ മാത്രം വിനയം. എന്നിട്ടോ സർവ്വവിധ കുത്തിത്തിരിപ്പും സർവ്വവിധ ഗുണ്ടായുസവും സർവ്വവിധ തോന്നിവാസവും ജീവിതത്തിൽ കൊണ്ട് നടക്കുക. ആലിമല്ല, പിന്നെ ആരാ? ലാലിമാണ് കേട്ടോ. കിട്ടിയ ഇൽമനുസരിച്ച് ദുൽമ ചെയ്യാണ്, കിട്ടിയ ഇൽമനുസരിച്ച് അമല് ചെയ്യല്ല. അതുകൊണ്ട് ആദ്യം ഫഅലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ശരിക്ക് എല്ലാരും പഠിക്കണം എന്നല്ല പറഞ്ഞത്. പിന്നെ എല്ലായിടത്തും എല്ലാരും പഠിക്കേണ്ടതല്ല, ഓരോ വ്യക്തിയും പഠിക്കണം. ആ പ്രയോഗം എന്താ? ഫഅലം ഓർഡർ ഫോം ആണ്, കൽപ്പനക്രിയയാണ്, അംറാണ്. ഓരോ വ്യക്തിയും പഠിക്കണം. അന്നഹു പഠിക്കേണ്ട കാര്യം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെപ്പറ്റി ഓരോ വ്യക്തിയും പഠിക്കണം. ആ ഇൽമ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ശാഖോപശാഖകളായ ഇൽമിലേക്ക് പ്രവേശിക്കണം. പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഇൽമ നേടിക്കഴിഞ്ഞാൽ അൽ അമലു ബിൽ ഇൽമി, ആ ഇൽമിനനുസൃതമായ പ്രവർത്തനം നമ്മൾ ചെയ്യണം. പോരാ പിന്നെ വിട്ടു പോയിട്ട് നിസ്കാരം പഠിച്ചു, നോമ്പ് പഠിച്ചു, സക്കാത്ത് പഠിച്ചു, ഹജ്ജ് പഠിച്ചു, അമലുകൾ കുറെ പഠിച്ചു കേട്ടോ, മനാസിക്കുകളൊക്കെ പഠിച്ചു, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? വരെ പോയിട്ട് മിണ്ടാതിരിക്കില്ല. അദ്ദഅവതു ഇലൽ ഇൽമി വൽ അമലി, ആ കിട്ടിയ ഇൽമിലേക്കും അമലിലേക്കും ആളുകളെ ക്ഷണിക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക? കുത്തുവാക്ക് കേൾക്കേണ്ടി വരും, ആക്ഷേപം കേൾക്കേണ്ടി വരും, ആരോപണം കേൾക്കേണ്ടി വരും. മനസ്സിലാണുണ്ടോ? പല ജാതി വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരും, ഒട്ടനവധി കള്ളക്കഥകൾ കേൾക്കേണ്ടി വരും. അസ്സബ്റു വലല്ലാ, ആ സർവ്വവിധ ഉപദ്രവങ്ങളുടെ മേലും നീ ക്ഷമിച്ചോ. ഈ 4 സ്റ്റെപ്പ് മറക്കാൻ പാടില്ല.
ഈ 4 സ്റ്റെപ്പ് മറക്കാൻ പാടില്ല. പരീക്ഷണ ഘട്ടത്തിലാണ് നമ്മളെന്ന ഓർമ്മ നമുക്കുണ്ടാകണം. എല്ലാ വിധത്തിലും നമ്മളെ പരീക്ഷിക്കും. പരിശുദ്ധ ഖുർആൻ ചോദിച്ചൊരു ചോദ്യം കൂടി നിങ്ങൾ ശരിക്കും ഓർക്കണം. ഖുർആൻ ചോദിക്കുന്ന ചോദ്യ അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും മസ്സതുഹുൽ ബഅസാ വല്ലറാ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ചോദ്യാട്ടോ, വല്ലാത്ത പ്രയോഗാണ് കേട്ടോ. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ സ്വർഗ്ഗത്തിലേക്ക് എത്താ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്ങനെയല്ലാതെ മുൻഗാമികളായ മനുഷ്യർക്ക് വന്നുപോയ ബഅസാഉകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കെടുതികളും ഒക്കെ വരുന്നത് വരെ വരാതെ വെറുതെ അങ്ങ് സ്മൂത്തായി വളരെ സുതാര്യമായി എളുപ്പത്തിൽ സ്വർഗ്ഗത്തിലേക്ക് കയറി പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു. അക്കാലഘട്ടത്തിൽ അതാ വിറപ്പിക്കപ്പെട്ടു അവരെ. എത്രത്തോളം വിറപ്പിക്കപ്പെട്ടു? കൂട്ടത്തിലുള്ള പ്രവാചകൻ പറഞ്ഞു പോകുന്നത് വരെ, ഒരു നബി പോലും ചോദിച്ചു പോകുന്നത് വരെ, കൂടെയുള്ളവരും പറഞ്ഞു പോകുന്നത് വരെ. മത്താ നസ്റുല്ലാഹ്, എപ്പോഴാ റബ്ബ് നമ്മളെ സഹായിക്കുക? അത്ര പ്രയാസം നമുക്ക് ഉണ്ടായിട്ടില്ല. പടച്ചോനെ എന്തൊരു കുത്തിത്തിരിപ്പ്, അത് എന്തൊരു ഫസാദ് അതെന്നൊക്കെ നമ്മളിങ്ങനെ പറയുണ്ടാവും. പക്ഷേ നമുക്ക് പൊറുതി മുട്ടിയിട്ട് എണീക്കാൻ പറ്റണില്ല. ചാട്ടവാറ് തലന്റെ മേലെ കൂടി വീടുകയാണ്, എണീക്കാൻ പറ്റുന്നില്ല. കുന്തം വന്ന് ശരീരത്തിലൂടെ തറക്കാണ്, എണീക്കാൻ പറ്റുന്നില്ല. അടി പുറത്തു കൂടി വീടുകയാണ്. അങ്ങനെ മക്കളെ പ്രയാസപ്പെടുന്നു, ഭാര്യമാര് പ്രയാസപ്പെടുന്നു, സ്ത്രീകൾ പ്രയാസപ്പെടുന്നു. എല്ലാരും ചോദിച്ചു പോയി മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാന്റെ സഹായം? ഇത്ര വിറപ്പിക്കപ്പെടുന്നത് വരെ മുൻഗാമികൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അലാ അറിയണം. എന്താ നിങ്ങൾ അറിയേണ്ടത്? ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാന്റെ സഹായം ഏറ്റവും അടുത്തുണ്ട് എന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അള്ളാന്റെ സഹായം ഏറ്റെടുത്തുണ്ട്. ചോദിച്ചു പോയി. നബിയോട് സഹാബി വന്ന് പരാതി പറയുമ്പോ നബി ചോദിച്ചു, എന്താ നമ്മൾ സഹിച്ചത്? കുപ്പായ എങ്ങനെ പൊക്കി പിടിച്ചു. അപ്പൊ പുറത്തിങ്ങനെ ദ്വാരം, എല്ലിങ്ങനെ കാണുന്നുണ്ട്. എന്താ സംഭവം എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖിതനായി ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? അറിയിച്ചു കൊടുത്താലല്ലാതെ അറിയാത്ത റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് സംഭവിച്ചു? മരുഭൂമിയിൽ എന്നെ കൊണ്ടുപോയി, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ തീ കട്ട വെച്ചു, നല്ല വിറക് കത്തിച്ചിട്ട് കനലുണ്ടാക്കി വെച്ചു, അതിന്റെ മേലെ എന്നെ മലർത്തി കിടത്തി, കുപ്പായം ഊരിയിട്ട് എന്നെ മലർത്തി കിടത്തി, നെഞ്ചത്തവർ ചവിട്ടി പിടിച്ചു, നെഞ്ചത്തവർ പാറക്കല്ല് വെച്ചു, എന്റെ ശരീരത്തിൽ നിന്ന് ഇറച്ചി ആ തീക്കട്ടയിൽ തട്ടി അവിടുന്ന് നീര് ഒലിച്ചിറങ്ങി, ആ തീക്കട്ട കെട്ടുപോയി. അപ്പോഴേക്കും എന്റെ ശരീരത്തിലെ മാംസം ഉരുകി ഒലിച്ചു പോയി. പ്രവാചകരെ, തീക്കട്ട കൊണ്ട ഭാഗത്തൊക്കെ ഓട്ടയായിട്ടുണ്ട്, എല്ലാം ഈ കാണുന്നതെന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ചിട്ട് സഹാബി ചോദിച്ചു, മത്താ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് നബിയെ? അള്ളാഹുവിന്റെ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ക്ഷമിക്കണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. എന്തേ? അവർ വൃത്തികേട് ചെയ്തിട്ടല്ലത് സഹിക്കേണ്ടി വന്നത്. ആദർശ പ്രബോധനത്തിലും ആദർശപരമായ ജീവിതത്തിലും ആദർശനിബിഡമായ ജീവിതത്തിനും വേണ്ടി മാത്രമായിരുന്നു ഈ സഹാബ കിറാം ഇത് സഹിക്കേണ്ടി വന്നത്. പോരാ, മറ്റൊരു വാക്കുകൂടി ശ്രദ്ധിച്ചോ. ഇത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 214-ാമത്തെ വചനമാണ്. ഇനി അടുത്തൊരു വാക്കുകൂടി ശ്രദ്ധിച്ചോ. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 132-ാമത്തെ വചനമാണ്. നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അങ്ങനെ കട്ടിയുള്ള നൂന്, തഖീലയുടെ നൂന്, അല്ലെ, തൗക്കീദിന് വേണ്ടിയുള്ള ലാമ് ഒക്കെ കൊടുത്തിട്ട് അല്ല പറയാ, ഉറപ്പിച്ചോളൂ, പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ. വേദം കിട്ടിയ ആളുകളും ശിർക്ക് ചെയ്യുന്നവരും അല്ലാത്തവരുമായ ആളുകളിൽ നിന്ന് ഒട്ടനവധി ഉപദ്രവ വാക്കുകൾ നിങ്ങൾ കേൾക്കേണ്ടി വരിക തന്നെ ചെയ്യും. സഹിക്കാൻ പറ്റണില്ല എനിക്ക്. എന്തൊരു കുത്തുവാക്കാത്, മനസ്സുരുകി പോവാൻ. ഞാനിനി ഒന്നും കൊല്ലാന്നല്ല, കേൾക്കേണ്ടി വരും നിങ്ങൾ പല കുത്തുവാക്കും.
അല്ലേ പറയുന്നത് ഉപദ്രവങ്ങൾ പലതും കാണേണ്ടി വരും. പല ഉപദ്രവകരമായ വാക്കുകൾ നിങ്ങൾ കേൾക്കുക തന്നെ ചെയ്യും. കേൾക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. അപ്പൊ എന്താ വേണ്ടത്? നമുക്ക് നല്ല ക്ഷമ വേണം. എല്ലാം നന്നായിട്ട് അതിന് പരിധിയില്ലാത്ത ക്ഷമാലുക്കൾക്ക് കൊടുക്കുന്ന പ്രതിഫലത്തിനും പരിധിയില്ല. അതുകൊണ്ട് കുടുംബത്തിൽ ആളുകൾ ഉണ്ടാവും, ബന്ധുക്കളിൽ ആളുകൾ ഉണ്ടാവും. ഒരു രോഗം വരുമ്പോഴേക്ക് സകല ദീനീ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് കുട്ടിച്ചാത്തനെ പോയി തേടുന്നവർ, മനസ്സിലാണ്ടോ? ജ്യോത്സ്യനെ സമീപിക്കുന്നവർ, സിദ്ധന്മാരെ സമീപിക്കുന്നവർ, ഔലിയപ്പാപ്പന്മാരെന്ന് അഭിനയിക്കുന്നവരെ സമീപിക്കുന്നവർ, യഥാർത്ഥ ഇസ്ലാമിലെ കൃത്യമായ റുഖിയ ശർഇ എന്താണെന്നറിയാതെ മറിച്ച് അതൊന്നും പഠിക്കാതെ മനസ്സിലാക്കാതെ ഇല്ലാത്തതിലേക്ക്, മനസ്സിലാണുണ്ടോ, ശൈത്താനിയത്തിലേക്ക് പോരാ ജ്യോത്സ്യനെ സമീപിക്കുന്നതിലേക്ക് ആളുകൾ പരന്ന് ഒഴുകുന്ന രംഗം, ഷിർക്കിലകപ്പെട്ടു പോകുന്ന രംഗം, ജ്യോത്സ്യന്റെ കള്ളവർത്തമാനങ്ങളെ വിശ്വസിക്കുന്ന ലോകം, കൈനീട്ടിക്കൊടുത്ത് നമസ്കാരം നഷ്ടപ്പെടുത്തി കളയുന്ന രംഗം, പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും പറയാൻ കത്തയുമായി കടന്നു വരുന്നവർ, അങ്ങനെ ഈ സകല തോന്നിവാസങ്ങൾക്കെതിരെയും സംസാരിക്കാനുള്ളവർ നമ്മൾ, ഉള്ളതെന്ത് എന്ന് പഠിപ്പിക്കാനുള്ളവർ നമ്മൾ, റുഖിയ ശർഇ എന്താണ്, ഉള്ളതെങ്ങനെയാണ് അത് പഠിപ്പിക്കാനുള്ളവർ നമ്മൾ, കിടക്കാൻ നേരത്തുള്ള മന്ത്രം എന്താണ്, ആ മന്ത്രം എങ്ങനെയാണ് നടത്തേണ്ടത്, കയ്യിലോതി പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ ഓതി ശരീരം മുഴുവനും തടവി, അല്ലെങ്കിൽ ഓതിയിട്ട് ഊതി, അല്ലെങ്കിൽ ഊതിയിട്ട് ഓതി, രണ്ടും ഹദീസുകളിൽ വന്നതാണല്ലോ. അതൊക്കെ ചെയ്ത് യഥാർത്ഥ മന്ത്രം അത് നടത്തി ഇല്ലാത്തതിലേക്ക് പോവാതെ ഉള്ളതുള്ളതുപോലെ അനുഷ്ഠിച്ച് ജീവിച്ച് ഒരു സലഫിയായി ജീവിച്ച് മരിക്കാൻ, സലഫിയായി ജീവിച്ച് മരിക്കാൻ. അങ്ങനെ നമ്മൾ യഥാർത്ഥ സലഫിയത്ത് പഠിക്കുമ്പോ, യഥാർത്ഥ സലഫിയത്ത് സ്വീകരിക്കുമ്പോ നമ്മൾ ശിർക്കിലാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ ആവട്ടെ, അവർ പറയട്ടെ, നമുക്കവരോട് വ്യക്തിപരമായ വൈരാഗ്യമില്ല. തൊണ്ടയിടറുമാർ തൗഹീദിന് വേണ്ടി സംസാരിച്ചിട്ടും, ചോരത്തുപ്പുമാർ നമ്മുടെ പ്രബോധകന്മാർ തൗഹീദിന് വേണ്ടി സംസാരിച്ചിട്ടും, ഖണ്ഡനങ്ങളിലും മണ്ഡനങ്ങളിലും വാദപ്രതിവാദങ്ങളിലും തൗഹീദിന് വേണ്ടി പ്രയാസപ്പെട്ട് സംസാരിച്ചിട്ടും അവർ ശിർക്കിലാണ് എന്ന് ബോധപൂർവം അധികാര കസേരയ്ക്ക് വേണ്ടി സംസാരിച്ചു പോയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ കൈകെട്ടി നിന്ന് ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധം. നിങ്ങളും പരീക്ഷണത്തിലാണ്, കേൾക്കുന്ന ഞങ്ങളും പരീക്ഷണത്തിലാണ്. ആരും പരീക്ഷണത്തിൽ തോറ്റു പോകണ്ട എന്നേ എനിക്ക് ഈ സമയത്ത് അതൊരു പരീക്ഷണമാണ് എന്ന നിലയ്ക്ക് ഞാൻ അതിന്റെ ഇതിലേക്ക് ചേർത്ത് വായിക്കുകയാണ്. സലഫികളെ, ഒരൊറ്റ വാക്ക് ഞാൻ പറയട്ടെ അവസാനിപ്പിക്കുമ്പോ, ശരിക്കും നിങ്ങൾ പഠിക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വിഷയങ്ങൾ പഠിക്കണം. ആദ്യമൊക്കെ നമ്മളെ കുട്ടികളൊക്കെ വിചാരിച്ചത്, എന്നെ പോലത്തെ ചെറുപ്പക്കാരായ ഇതിലേക്ക് വളർന്നു വന്ന മക്കളൊക്കെ വിചാരിച്ചത് നമുക്ക് കയ്യിലൂതലും തടവലൊന്നും ഇല്ല എന്നാണ്. കിടക്കാൻ നേരത്തെ അതൊന്നും ചെയ്യാൻ പറ്റൂല, അതൊക്കെ ഏതോ സമസ്തക്കാർ ചെയ്യുന്നതാണെന്നാ. എത്രയോ ഹദീസുകളിൽ അത് കേട്ട് പഠിച്ചപ്പോഴല്ലേ ആ കാര്യം മനസ്സിലാവുക. ഒരു മദ്രസ കുട്ടി അത് കേട്ട് പഠിക്കുമ്പോഴാണ് നമുക്കുള്ള മന്ത്രമുണ്ട് എന്ന് മനസ്സിലാവുക. പഠിക്കണം അല്ലേ? ആർക്കോ വേണ്ടി ശൈത്താൻ എന്ന പ്രയോഗം, പിശാച് എന്ന പ്രയോഗം അത് കേൾക്കുന്നത് തന്നെ പേടിയാണ് എന്ന് പറഞ്ഞിട്ട് മദ്രസ പാഠപുസ്തകത്തിൽ നിന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്നതിന്റെ അർത്ഥം ആൺ പിശാചും പെൺ പിശാചുമാണ് എന്നുറപ്പാണ്. പക്ഷേ പിശാച് എന്ന പദം നമ്മളെ മക്കൾ കേൾക്കണ്ട എന്ന് വിചാരിച്ച് അത് മാലിന്യമാക്കി മാറ്റിയെടുതാൻ പ്രിയപ്പെട്ട കേന്ദ്രമിന്റെ നേതാക്കന്മാരെ നിങ്ങൾക്ക് തോന്നിയാൽ, നമ്മൾ റബ്ബിനെ പേടിക്കാതെ ആരെയോ ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നതിലേക്ക് നമ്മൾ വഴിമാറി നടക്കേണ്ടി വരും. എന്ത് പച്ചയായി പറയാണ് അല്ലേ? ആൺ പിശാച് പെൺ പിശാചാണിന്റെ അർത്ഥം ഉറപ്പാണ്. പക്ഷേ നമ്മുടെ 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇപ്പൊ മാറ്റിക്കൊടുത്ത് എന്തറിയോ? മാലിന്യം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നത് എന്താ അറിയോ? അറിയാതെ സംഭവിച്ചതല്ല, പിശാച് എന്നുള്ളത് നമ്മളെ കുട്ടികൾ പഠിക്കണ്ട, അതിന് തൽക്കാലം മാറ്റിയതാണ്. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലാഹ്. അങ്ങനെ പെട്ടു സഹോദരങ്ങളെ. ഓർക്കേണ്ട നമ്മള്, പഠിക്കേണ്ട നമ്മള്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന റൂട്ടിലല്ലേ നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത്. ശരി, എല്ലാ വിഷയത്തിലും അത് ഏതോ ഒരു മനുഷ്യന്റെ ബുദ്ധി തോന്നിയതായിരിക്കും. എല്ലാവരും നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല. സാത്വികന്മാരായ നേതാക്കന്മാരായി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ അള്ളാഹു അവർക്ക് കെൽപ്പ് കൊടുക്കുമാറാകട്ടെ. ഇതല്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല. അതീവ ദുർബലമായ
ഒരു ഹദീസിന്റെ പേര് പറഞ്ഞു. മുജാഹിദുകളെ, നമ്മൾ രണ്ടായി മാറാൻ പാടില്ല, രണ്ടായി മാറാൻ പാടില്ല. നമ്മളെ കുറിച്ച് ശിർക്കിലാണെന്ന് പറഞ്ഞോട്ടെ, നമ്മളെ കുറിച്ച് മുശ്രിക്കെന്ന് പറഞ്ഞോട്ടെ, നമ്മളെ കുറിച്ച് ശിർക്കാരോപണം നടത്തട്ടെ. ഞാനിത് നടത്തുമ്പോ മലന്ന് കിടന്ന് തുപ്പുമ്പോ എന്റെ തുപ്പിൽ എന്റെ നെഞ്ചിലേക്ക് തിരിച്ചു വരും എന്നതുപോലെ ശിർക്ക് ചെയ്യാത്ത ഒരാളെ ശിർക്കാണ്, അവൻ ശിർക്കിലാണെന്ന് പറഞ്ഞാൽ പറഞ്ഞവൻ അവൻ മുശ്രിക്കല്ലെങ്കിൽ പറഞ്ഞവൻ മുശ്രിക്കായി മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉണ്ടല്ലോ. പേടിക്കണ്ടേ, പേടിക്കണ്ടേ. യാ ഇബാദല്ലാഹ് ഐനൂനി, യാ ഇബാദല്ലാഹ് ഗീസുനി, യാ ഇബാദല്ലാഹ് ഹ്ബിസു എന്നൊക്കെ തുടങ്ങുന്ന 3 തരത്തിൽ വന്ന ഹദീസുകൾ ഒരൊറ്റ മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, 3ഉം ദുർബലമാണ്. അതിൽ ഒരു റിപ്പോർട്ട് മാത്രം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് വന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹു ഈ മനുഷ്യനെ, ഈ സഹാബിയെ പണ്ഡിതനാക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ തലയിൽ വെച്ച് പ്രാർത്ഥിച്ച ഒരു സഹാബി. ആ സഹാബിയിൽ നിന്നാണ് ആ ഒരു റിപ്പോർട്ട് മൗഖൂഫായി വന്നത്. അത് മർഫൂ അല്ല, നബിയിലേക്ക് ചെന്നെത്തിയിട്ടില്ല. അതാ മർഫൂ. ചെന്നെത്തിയാൽ മർഫൂആയി, ചെന്നെത്താത്തത് കൊണ്ട് മൗഖൂഫാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹസനായി വന്നു എന്ന പദവിയിലേക്കും പണ്ഡിത ലോകം അതിനെ ഉയർത്തി. ആവട്ടെ, നമുക്ക് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ട് അതിൽ? ഒന്നുമില്ല. അതിൽ എന്തില്ല? തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസയില്ല. അതുകൊണ്ട് അമൽ ചെയ്യാൻ പറ്റുമോ? അമൽ ചെയ്യാൻ പറ്റൂല. അത് ഹദീസ് ദുർബലമല്ലേ? ദുർബലമാണ്. അപ്പോ ആദ്യം നമ്മൾ പറയുന്നത് ദുർബലമാണ്, അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. ഒരു ഒറ്റ നിലക്കും അത് സഹിയായി വന്നിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഇതിന് സിഹത്തുള്ള സനദുണ്ട് എന്ന് പറഞ്ഞ് ലോകത്താരെങ്കിലും കൊണ്ടുവരില്ല. കൊണ്ടുവന്നാൽ തന്നെ സലഫികൾ സ്വീകരിച്ച റൂട്ടിൽ ഒരു അപകടവുമില്ല. നമ്മൾ പറഞ്ഞതെന്താ? അതിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസയില്ല, ദുആ ഇല്ല, പ്രാർത്ഥനയില്ല. ശബ്ദം കേൾക്കുന്ന ദൂരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ കേൾക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ച് കേൾക്കുന്നവർ സഹായിക്കട്ടെ എന്ന നിലക്കുള്ള ഒരു വിളി മാത്രമാണതിൽ. അതുകൊണ്ട് അതിൽ ദുആ ഇല്ല, ഒരിക്കലുമില്ല. അനസ് മുസ്ലിയാരൊക്കെ പറഞ്ഞതുപോലെ ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് സോപ്പ് കൊണ്ടാന്ന് പുറത്തേക്ക് പറഞ്ഞപ്പോ നമ്മൾ കാണുന്നില്ലെങ്കിലും അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉദാഹരണം പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ അതൊരിക്കലും തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ അതിലില്ല, ഇല്ല. നമ്മള് ഒരൊറ്റ വാക്കില് ചില ആളുകൾക്കൊക്കെ സംശയം, എന്താ മകയിൽ ശിർക്കുണ്ട് എന്നാണ് പറഞ്ഞാല് അപ്പൊ തിരിച്ചു ചോദ്യം വരും, അപ്പൊ നിങ്ങൾക്ക് സഹാബിനെയും തള്ളണല്ലേ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തള്ളണല്ലേ? കാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള അഭൗതികമായത് അല്ലാഹു മാത്രമാണ് എന്ന നിർവചനം നമ്മൾ മാറ്റി എഴുതേണ്ടി വരും. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള തേട്ടം അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നതും നമ്മൾ മാറ്റി പറയേണ്ടി വരും. മറിച്ച് ഇങ്ങനെ പറഞ്ഞാലോ ഒരു തർക്കവും ലോകത്തില്ല. സലഫികൾ അതാണ് പറഞ്ഞത്, മുൻഗാമികൾ അതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് 10-60 ഗ്രന്ഥങ്ങളിൽ ഇത് ചർച്ചയായി വന്നത്. വസീലത്തും മിൻ വസാഇലി ശിർക്ക്, ശിർക്കിലേക്ക് എത്തുന്ന വടിയാണെന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ സൂക്ഷ്മത പാലിച്ചത്. അത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അതിനെ കുറിച്ച് ഒന്നും പേടിക്കണ്ട. വാലുകെട്ട് തലകെട്ട് ആരും ഈ വിഷയം അങ്ങാടിന്ന് ചർച്ച ചെയ്യണ്ട. നമ്മൾ വേഗം നമ്മുടെ അമലുകളുമായി മുന്നോട്ട് പോവുക. നമ്മളെ കുറിച്ച് പറയുന്നവർ പറയട്ടെ, പരലോകത്തവർ ഖേദിക്കേണ്ടി വരും. നമ്മളെ കുറിച്ച് പരാതി പറയുന്നവർ പറയട്ടെ, അവർ നാളെ പരലോകത്ത് ഖേദിക്കേണ്ടി വരും. പച്ചയായ ആളുകളോട് തൗഹീദ് പറഞ്ഞതിന്റെ പേരിലാണോ ഈ യുവജന ഘടകം വേണ്ടെന്ന് പറയുന്നത്? ആവട്ടെ, അവർക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. പോലെ അല്ലെ MSMന്റെ വ്യത്യസ്തമായ പ്രോഗ്രാമിലൂടെ അധാർമികതയിലേക്ക് നടന്നു പോകുന്ന, ആ തിന്മകളിലേക്ക് നടന്നു പോകുന്ന, മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് നടന്നു പോകുന്ന, തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് കത്തിക്കൊണ്ട് തന്റെ സുഹൃത്തിന്റെ പുറത്തെഴുതി ആ പാടിലൂടെ ചോര ഒലിച്ചിറങ്ങുന്നത് കണ്ട് നൃത്തമാടുന്ന ക്യാമ്പസിന്റെ രാക്ഷസ രംഗങ്ങളിൽ നിന്ന് ധാർമ്മികതയിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ MSMന്റെ മക്കള് പോലെയുള്ള പ്രോഗ്രാമുകൾ നടത്തുമ്പോ ആ മക്കളെ വേണ്ട എന്ന് പറയുന്നത് ഈ ധർമ്മം പറഞ്ഞതിന്റെ പേരിലാണോ? ദുഃഖമില്ല, ആഖിറത്തിലേക്ക് വിടുകയാണ് നമ്മൾ. മറ്റൊന്നും നമുക്കില്ല, ഇല്ല. തൊണ്ടയിടർമാർ നമ്മൾ തൗഹീദിന് വേണ്ടി സംസാരിക്കുന്നു. കരയിലാകട്ടെ, വെള്ളത്തിലാകട്ടെ, കിണറിലാകട്ടെ, കരയിലാകട്ടെ, മരത്തിലാകട്ടെ, താഴാവട്ടെ, മലയിലാകട്ടെ, മലയല്ലാത്ത സ്ഥലമാകട്ടെ, ലോകത്തിന്റെ ഏത് കോർണറിലാകട്ടെ, അല്ലാഹ് എന്നല്ലാത്തൊരു വിളി സലഫികൾക്കില്ല. ജിന്നെ കാക്കണേ, ജിന്നെ രക്ഷിക്കണേ എന്ന് തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസയും ദുആവും ജിന്നിനോട് നടത്തിയാൽ പച്ച ശിർക്ക്. യാതൊരു തർക്കവുമില്ല, യാതൊരു തർക്കവുമില്ല. ലോകത്തിന്റെ എവിടുന്ന് പ്രാർത്ഥിച്ചാലും ശിർക്ക്. പ്രാർത്ഥന ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മാത്രമാണ്.
അള്ളാഹുവിലേക്ക് മാത്രമാണ്. പിന്നെ അതിനെതിരായി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പറയണമെന്ന് കൊതിക്കുന്നവരുണ്ടോ? ഉണ്ട്. പറയാൻ നമ്മൾ ആരെങ്കിലും മെനക്കെടോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മുടെ ആഖിറത്ത് നഷ്ടപ്പെടും. നമ്മൾ മുശ്രിക്കായി മരിക്കേണ്ടി വരും. നമ്മൾ ശിർക്കിലകപ്പെട്ട് മരിക്കേണ്ടി വരും. പിന്നെന്താ പ്രശ്നം? ഈ പറഞ്ഞതൊക്കെ തന്നെ പ്രശ്നം കേട്ടോ. ദുനിയാവിന്റെ പളപളപ്പ് ഒരു പ്രശ്നമായി മാറുന്നു. ആ അധികാരം ഒരു പ്രശ്നമായി മാറുന്നു. എല്ലാം പ്രശ്നങ്ങളായി മാറുന്നു. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ എന്ന് പറയുകയല്ലാതെ നമുക്ക് നമ്മുടെ മുമ്പിൽ മറ്റൊരു മാർഗമില്ല. പരീക്ഷണം പറയുമ്പോ എന്തിനാ പരീക്ഷയാബ് ഇതൊക്കെ പറഞ്ഞത് എന്ന് ആലോചിക്കുന്നവരുണ്ടാകും. ഇതിലും വലിയൊരു പരീക്ഷണം നമ്മൾ നേരിട്ടിട്ടില്ല ഇപ്പോ. അതുകൊണ്ടാ പറയുന്നത്, ഈ പരീക്ഷണത്തിലാണ് നമ്മളെ നാവിനെ അള്ളാഹു പരീക്ഷിക്കുകയാണ്, നമ്മുടെ ക്ഷമയെ അള്ളാഹു പരീക്ഷിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യുമെന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. അല്ലേ? അള്ളാഹു ശരിക്ക് പരീക്ഷിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ്. നീയത്ത് മാറണ്ട, മടുക്കണ്ട, അറപ്പ് തോന്നണ്ട, വെറുപ്പ് തോന്നണ്ട. ഇനി ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇബാദത്ത് നിന്ന് മാറിക്കണ്ട, ദഅവത്ത് നിന്ന് മാറി നിൽക്കണ്ട. മാറി നിന്നാൽ പരീക്ഷണത്തിൽ നീ പരാജയപ്പെട്ടു പോയി. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ് സത്യമായി പറയാനുള്ള ചെങ്കൂട്ടവും ആത്മധൈര്യവും ഇൽമും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ നാഥ. പടച്ചവനെ, ഈ ആദർശ പ്രബോധന ദൗത്യ നിർവഹണം നടത്തുന്ന ഈ കൊച്ചു പ്രസ്ഥാനത്തെ നീ കാത്തുരക്ഷിക്കണേ നാഥ. ബദറിൽ കാൽമുട്ടുകൾ നിലത്ത് കുത്തിവെച്ച് കക്ഷത്തിന്റെ വെള്ളക്കാടുമാറ് അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ആദിഹിൽ ഉസാബ. പടച്ചവനെ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ച് കളഞ്ഞാൽ ലൻ തുഅബദ ഫിൽ അർളി അബദാ, ഭൂമിയിൽ പിന്നെ നീ ആരാധിക്കപ്പെടുകയില്ല, നിന്നെ ആരാധിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തതുപോലെ അല്ലാഹ് ഈ കൊച്ചു കേരളത്തിൽ പടച്ചവനെ തൗഹീദ് പച്ചയായി പറയുന്ന ഈ കൊച്ചു സംഘത്തെ നീ നശിപ്പിച്ച് കളയല്ല നാഥാ. ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന് നിന്നോട് ചോദിക്കുകയാണ്. ഈ മനോഹരമായ ആദർശ പ്രബോധനം നിർവഹിക്കുന്ന പ്രസ്ഥാനം ആരാണ് റബ്ബേ പുകയുന്ന കൊള്ളി? ആരാണ് റബ്ബേ ഫസാദ് ഉണ്ടാക്കുന്നത്? ആരാണ് റബ്ബേ ഫിത്നകൾ ഉണ്ടാക്കുന്നത്? ആരാണ് റബ്ബേ ഈ സമൂഹത്തെ തമ്മിൽ തല്ലിപ്പിക്കുന്നത്? നിനക്കറിയാമല്ലോ നാഥാ. അതിനെ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മറ്റുള്ള നിരപരാധികളെ നിരപരാധിത്വം തെളിയിച്ച് തൗഹീദിന്റെ ഉജ്ജ്വലമായ ദൈവത്തെ നിർവഹിച്ചു കൊണ്ടുപോകാൻ ഒരു സാഹചര്യം നാളെയുടെ ലോകത്ത് നീ ഉണ്ടാക്കി തരണമേ റബ്ബേ. അല്ലാഹ്, ഒരിക്കലും ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു വാക്ക് പോലും ഷിർക്കിന്റെ ഒരു മൈന്യൂട്ട് പോയിന്റ് ഷിർക്കിന്റെ വാക്ക് പറയാൻ, ഒരു അക്ഷരം പറയാൻ ഇല്ല റബ്ബേ. ഒരിക്കലും ഞങ്ങൾ റെഡിയല്ല. കാരണം നാളെ കാത്തിരിക്കുന്ന നരകത്തിൽ ഞങ്ങൾ പെട്ടുപോകുമല്ലോ നാഥാ. വലക്കദ് ദറഇനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ആ മനുഷ്യക്കൂട്ടത്തിൽ നിന്നും ജിന്നുവർഗത്തിൽ നിന്നും നരകത്തിന് വേണ്ടി ഒരു കൂട്ടം ആളുകളെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നീ പറഞ്ഞല്ലോ. അവർക്ക് ഹൃദയമുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കാത്തവരാണ് അവർ. വലഹും ആദാൻ, അവർക്ക് ചെവികളുണ്ട്, ലാ യസ്മഊന ബിഹാ, കേൾക്കാത്തവരാണ് അവർ. വലഹും അഅ്യുൻ, അവർക്ക് കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, കാണാത്തവരാണല്ലോ അവർ. നീ പറഞ്ഞതല്ലേ ഉലൈക കൽഅൻആം, അവർ കന്നുകാലികളെ പോലെയല്ലേ. ബൽ ഹും അളൽ, അവർ അതിനേക്കാൾ മോശമാണെന്ന് നീ പഠിപ്പിച്ചതല്ലേ റബ്ബേ. അതുകൊണ്ട് നാഥാ, ഹൃദയമുണ്ടായിട്ടും ചിന്തിക്കാൻ, കാതുണ്ടായിട്ടും കേൾക്കാൻ, കണ്ണുണ്ടായിട്ടും കാണാൻ അവസരമില്ലാത്ത നാക്കാലികൾക്ക് തുല്യമായ ഒരു വർഗത്തിലേക്ക് ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ റബ്ബേ. പടച്ചവനെ, ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ നാഥാ. പടച്ചവനെ, നിന്റെ ഖുർആനിൽ പറഞ്ഞതുപോലെ വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസ് വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. ഇതുകൊണ്ടൊക്കെ പരീക്ഷിക്കുമെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടൊക്കെ പരീക്ഷിക്കും? അല്ലാഹ് നീ ഓർമ്മപ്പെടുത്തിയതാണ്. പേടി കൊണ്ട് പരീക്ഷിക്കും, അതുപോലെ വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാൽ, പണത്തിന്റെ കുറവ് തന്ന് നീ എന്താ ചെയ്യാ? ദഅവത്ത് എങ്ങനെ നടത്തുക? എവിടെ നമ്മുടെ സ്ഥാപനം? പടച്ചോനെ, ധനത്തിന്റെ കുറവ് കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കും നാഥാ. വലംഫുസ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ആളുകളുടെ നഷ്ടം വരുത്തിക്കൊണ്ട് തിരിച്ചു വിളിച്ചുകൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കും. വസ്സമറാത്ത്, കായ്ക്കനികളും ഭക്ഷ്യ വിഭവങ്ങളും കൊണ്ടും ഞങ്ങളെ നീ പരീക്ഷിക്കും. പടച്ചവനെ,
പടച്ചവനെ ആ സമയത്ത് നീ ഞങ്ങൾക്ക് ക്ഷമ നൽകണം. ആ നീ പ്രഖ്യാപിക്കുന്നത് എന്താ? ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനാണ്. പടച്ചവനെ അങ്ങനെയുള്ള ആളുകളുടെ ഗുണമായി നീ പറഞ്ഞത്, അവർക്കൊരു മുസീബത്ത് വന്നാൽ ഖാലു അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാ അപകടം കാണുമ്പോ, കെടുതി കാണുമ്പോ, പ്രയാസം കാണുമ്പോ, മരണവാർത്ത കേൾക്കുമ്പോ, അപകട സംഭവങ്ങൾ കാണുമ്പോ ഞങ്ങളുടെ ഹൃദയത്തിൽ അറിയാതെ പറഞ്ഞു പോകണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ പദവിയിലേക്ക് ഞങ്ങളെ നീ ഉയർത്തണേ നാഥാ. പടച്ചവനെ ആ സംസാരം വരുന്ന നാവുകളാക്കി ഞങ്ങളുടെ നാവുകളെ നീ മാറ്റണേ നാഥാ. ഇതിന്റെ പേരിൽ കുടുംബത്തിൽ നീ ചിത്രത ഉണ്ടാക്കല്ല റബ്ബേ. ഇൽമ് തേടി പുറപ്പെട്ട് പണ്ഡിതന്മാരെ സമീപിച്ച് കാര്യങ്ങൾ ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക്, ഒരു നല്ല മഹിമമായ ഒരു ഗുണത്തിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണേ നാഥാ. ഒരൊറ്റ വ്യക്തിയെയും അന്ധമായി തഖ്ലീദ് ചെയ്യാതെ പ്രമാണങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അക്കിൽ മാറ്റിവെച്ച്, ബുദ്ധി മാറ്റിവെച്ച് നഖല് പ്രമാണങ്ങളെ തേടി പിടിക്കുന്ന ഏറ്റവും നല്ല ബുദ്ധിമാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നാഥാ. അല്ലാ, രോഗം കൊണ്ട് പരീക്ഷിക്കുമ്പോ, കട്ടപ്പാടുകൾ കൊണ്ട് പരീക്ഷിക്കുമ്പോ, അതേപോലെ തന്നെ വൈകല്യങ്ങളെ കൊണ്ട് പരീക്ഷിക്കുമ്പോ അവിടെയെല്ലാം ക്ഷമാലുക്കളായി അക്ഷമനായി പോവാതെ പടച്ചവനെ ക്ഷമാലുവായി മുന്നോട്ട് പോകാൻ നീ ഞങ്ങൾക്ക് കഴിവ് നൽകണേ റബ്ബേ. പൊട്ടിത്തെറിക്കുന്ന മക്കളെ നൽകിക്കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല നാഥാ. സ്വാലിഹീങ്ങളായ മക്കളെ ആ പരീക്ഷണം ഞങ്ങൾക്ക് നീ ഗുണമാക്കി തരണമേ നാഥാ. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരുടെ മരണം പെട്ടെന്നുണ്ടാക്കി നീ ഞങ്ങളെ പരീക്ഷിക്കല്ല നാഥാ. കാലവിപത്തിൽപ്പെട്ട് കത്രീന പോലെ, റീത്ത പോലെ, ഗോന് പോലെ, സുനാമി പോലെ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ പോലെ, അതുപോലെ ഉരുൾപൊട്ടലുകളെ പോലെ പെടുന്ന വാഹനങ്ങൾ കത്തിയമരുന്ന പരീക്ഷണ ഘട്ടങ്ങൾ പടച്ചവന് ഒരുപാടുണ്ട്. അങ്ങനെയുള്ള പരീക്ഷണ ഘട്ടങ്ങൾ ഞങ്ങളെ നീ മരിപ്പിക്കല്ല നാഥാ. നോർമലായ സാധാരണ മരണം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. اللهم خلص قلوبنا من الرياء، اللهم خلص قلوبنا من النفاق، اللهم خلص قلوبنا من الشرك والكفر. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك.